സൗഹൃദ സഹവാസ മര്യാദകൾ. സൽ സ്വഭാവം പരസ്പര സ്നേഹവും രഞ്ജിപ്പും സൗഹൃദവും ഉണ്ടാക്കും. ദുസ്വഭാവമോ വെറുപ്പും അസൂയയും ശത്രുതയും ഛിദ്രതയും. അതിനാൽ സൽ സ്വഭാവത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹു നബിയെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നു, മഹത്തരങ്ങളായ ഗുണങ്ങളുടെ ഉടമയാണ് താങ്കൾ. നബി കരീം അരുളുന്നു, ആളുകളെ സ്വർഗത്തിൽ അധികമായി പ്രവേശിപ്പിക്കുന്നത് ദൈവഭക്തിയും സൽസ്വഭാവവുമാണ്. സൽസ്വഭാവങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് എൻ്റെ നിയോഗം. ഐക്യത്തെയും സാഹോദര്യത്തെയും കുറിച്ച് അള്ളാഹു അരുളുന്നു, നിങ്ങൾ ഒന്നിച്ച് സംഘടിച്ച് അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക, ഭിന്നിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങൾ സഹോദരങ്ങളായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശ്വാസി രഞ്ജിപ്പിക്കുന്നവനാണ്. രഞ്ജിപ്പിക്കപ്പെടുന്നവനും രഞ്ജിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നല്ലവനല്ല. അള്ളാഹു വല്ലയാൾക്കും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാൾക്ക് നല്ല ചങ്ങാതിയെ നൽകും. മറന്നാൽ ഓർത്താൽ സഹായിക്കുന്ന ചങ്ങാതിയെ. നിങ്ങളിൽ അള്ളാഹുവിങ്കിൽ ഏറ്റവും പ്രിയങ്കരൻ രഞ്ജിക്കുന്നവനും രഞ്ജിപ്പിക്കുന്നവനുമാണ്. ഏറ്റവും വെറുക്കപ്പെട്ടവനോ സ്നേഹിതന്മാരെ ഭിന്നിപ്പിക്കുന്ന ഏഷണിക്കാരൻ. ഒരാളെ സ്നേഹിക്കുക, അയാൾ തനിക്ക് പാരത്രിക നേട്ടമുണ്ടാക്കുന്നുവെന്ന കാരണത്താൽ. ഇതിനാണ് അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുക എന്ന് പറയുന്നത്. താഴെ പറയുന്നവ ഉദാഹരണം: ഗുരുനാഥനെ സ്നേഹിക്കുക, അദ്ദേഹം മൂലം വിജ്ഞാനം നേടാനും അങ്ങനെ കർമ്മം നന്നാക്കാനും കഴിയുന്നു എന്നതിൻ്റെ പേരിൽ. വിദ്യാഭ്യാസത്തിൻ്റെയും കർമാനുഷ്ഠാനത്തിൻ്റെയും ലക്ഷ്യം പരലോക വിജയമായിരിക്കുമ്പോഴാണിത്. ശിഷ്യനെ സ്നേഹിക്കുക, അങ്ങനെ അവന് വിദ്യ നൽകുന്നു. മറ്റുള്ളവർക്ക് വിദ്യ നൽകാനുള്ള കഴിവ് അവനിലുണ്ടാകുന്നു. പരലോകമോക്ഷത്തിനുള്ള വിദ്യയാണ് ഇവിടെയും ഉദ്ദേശ്യം. അള്ളാഹുവിൻ്റെ തൃപ്തിയും സാമീപ്യവും നേടുക എന്ന ഉദ്ദേശത്തോടെ സദ്യ നടത്തുക. ഈ ആവശ്യാർത്ഥം സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കുന്ന പാചകക്കാരനെ സ്നേഹിക്കുക. തൻ്റെ സ്വതക്ക യഥാർത്ഥ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളെ സ്നേഹിക്കുക. തൻ്റെ വസ്ത്രം അലക്കുകയും വീട് അടിച്ചു വൃത്തിയാക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും മറ്റും ചെയ്ത് തൻ്റെ വിദ്യാഭ്യാസത്തിനും വിജ്ഞാന പ്രചരണത്തിനും കർമ്മങ്ങൾ ചെയ്യുന്നതിനും ഒഴിഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ഭൃത്യനെ സ്നേഹിക്കുക. അയാളെ തൻ്റെ സേവകനാക്കിയതിൻ്റെ ഉദ്ദേശം തനിക്ക് മേൽപ്പറഞ്ഞ ഇബാദത്തിൽ മുഴുകാൻ കഴിയുക എന്നതായിരിക്കണം. മതജീവിതത്തിന് തകരാറ് പറ്റാതിരിക്കാനും സംശുദ്ധമായ സദാചാര ജീവിതം നയിക്കാനും സദ്വൃത്തരായ സന്താനങ്ങൾ ലഭിക്കാനും വേണ്ടി സ്ത്രീയെ വിവാഹം ചെയ്യുകയും അവളെ അതിൻ്റെ പേരിൽ സ്നേഹിക്കുകയും ചെയ്യുക. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണമെങ്കിൽ ഭൗതിക താൽപ്പര്യം തീരെ ഉണ്ടായിക്കൂടെന്ന നിബന്ധനയില്ല. നാഥ, ഇഹലോകത്ത് നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ, പരലോകത്തും ഇങ്ങനെ പ്രാർത്ഥിക്കാനാണല്ലോ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കണം, വെറുക്കണം. അള്ളാഹുവിൻ്റെ പേരിലുള്ള സ്നേഹം ശക്തമായാൽ സ്നേഹപാത്രത്തെ സഹായിക്കാനും സംരക്ഷിക്കാനും അയാൾക്ക് വേണ്ടി തൻ്റെ നാവ്, ദേഹം, ധനം എന്നിവ കൊണ്ട് പ്രതിരോധിക്കാനും തയ്യാറാകും. സ്നേഹത്തിൻ്റെ ഏറ്റക്കുറിച്ചിലനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ടാകും. സ്വന്തം അവകാശം വിട്ടുകൊടുക്കുന്നിടത്താണ് സ്നേഹം എത്രത്തോളം ശക്തമെന്ന് കണക്കാക്കാൻ കഴിയുക. സ്നേഹം അങ്ങേയറ്റം ശക്തമായാൽ തനിക്ക് ഒന്നും ബാക്കി വയ്ക്കാതെ സ്നേഹിതന് വിട്ടുകൊടുക്കും. ശക്തി കുറയുന്നതനുസരിച്ച് ഇത് കുറയും. പകുതിയോ 1/3, 10 മറ്റോ ആയി ചുരുങ്ങും. അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപുത്രിയെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യയായി നൽകി. തൻ്റെ മുഴുവൻ ധനവും അദ്ദേഹത്തിന് സമർപ്പിച്ചു. അള്ളാഹുവിങ്കിൽ പ്രതിഫലം ലഭിക്കുന്നതും സ്നേഹത്തിൻ്റെ ഏറ്റക്കുറിച്ചിലനുസരിച്ചായിരിക്കും. അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിച്ചാൽ മാത്രം പോരാ, വെറുക്കുകയും വേണം. ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനാൽ അയാളെ നീ സ്നേഹിക്കുന്നു എങ്കിൽ അയാൾ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ വെറുക്കണം. ഒരു കാരണത്തിൻ്റെ പേരിൽ സ്നേഹിക്കുന്നവൻ അതിന് എതിര് കണ്ടാൽ വെറുക്കും. അകൽച്ച, ബഹിഷ്കരണം, സംസാരിക്കാതിരിക്കൽ, കൂട്ടാക്കാതിരിക്കൽ പോലുള്ളത് കൊണ്ടായിരിക്കണം വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടത്. ദൈവധിക്കാരത്തിൻ്റെയും തമ്മാടിത്തത്തിൻ്റെയും തീവ്രതയനുസരിച്ച് വെറുപ്പിൻ്റെ തീവ്രത കൂട്ടണം. മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചതും തിരുത്താൻ സാധ്യതയുള്ളതുമായ തെറ്റിൻ്റെ പേരിൽ വെറുക്കേണ്ടതില്ല. അവിടെ കണ്ണു ചുമയുകയും തെറ്റ് പരസ്യമാക്കാതിരിക്കുകയുമാണ് വേണ്ടത്. ചങ്ങാതിയെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ചങ്ങാത്തത്തിന് പറ്റില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യൻ തൻ്റെ ചങ്ങാതിയുടെ ആദർശത്തിൽ ആകർഷനാകും. അതിനാൽ ചങ്ങാതിയെ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി ആലോചിക്കണം. ചങ്ങാതി ബുദ്ധിമാനും സൽ സ്വഭാവ്യമായിരിക്കാൻ ശ്രദ്ധിക്കുക. തെമ്മാടിയോ ദുനിയാമോഹിയോ ആയ ചങ്ങാതി വേണ്ട. ബുദ്ധിയാണ് പ്രധാനം. ഭോഷന്മാരുമായുള്ള ചങ്ങാത്തം കൊണ്ട് ഗുണമില്ല. അത് എത്ര നീണ്ടുനിന്നാലും ഒടുവിൽ തകരുകയുള്ളൂ. സൽ സ്വഭാവവും വളരെ പ്രധാനം തന്നെ. കോപം, കാമം, പിശുക്ക്, ഭീരുത്വം പോലുള്ള ദുർഗുണങ്ങളുള്ളവരുമായുള്ള ചങ്ങാത്തം നന്നല്ല. ദുർവൃത്തരും ദുഷ്ടരുമായുള്ള ചങ്ങാത്തവും ദോഷം ചെയ്യും. പാപങ്ങളെ ലാഘവത്തോടെ കാണാൻ അവർ പ്രേരിപ്പിക്കും. ക്രമേണ നമ്മുടെ മനസ്സും പാപങ്ങളുമായി പൊരുത്തപ്പെടും. അള്ളാഹുവിനെ പേടിക്കാത്തവരെ ഒരിക്കലും വിശ്വസിക്കാനാവില്ല. സ്വാർത്ഥ താൽപ്പര്യമനുസരിച്ച് അയാളുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. അള്ളാഹു അരുളുന്നു, നമ്മുടെ സ്മരണ വിട്ട് ആരുടെ ഹൃദയം നാം അശ്രദ്ധയിലായിത്തീട്ടുണ്ടോ, ആർ തൻ്റെ ദേഹേച്ഛയെ പിന്തുടർന്നിട്ടുണ്ടോ, അങ്ങനെയുള്ളവന് നീ വഴിപ്പെട്ടു പോകരുത്. നമ്മുടെ സ്മരണ വിട്ടകന്നവനെ നീ അവഗണിച്ചേക്കുക. അവർ ഐഹിക ജീവിതം മാത്രമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ദുനിയാമോഹിയുമായുള്ള ചങ്ങാത്തവും അപകടമാണ്. കാരണം മനുഷ്യനിൽ അനുകരണഭ്രമമുണ്ട്. അതിനാൽ ചങ്ങാതിയുടെ സ്വഭാവം ക്രമേണ മറ്റേയാളിലേക്കും സംക്രമിക്കും. സ്നേഹിതന്മാർ പരസ്പരം സഹകരിക്കണം, സഹായിക്കണം. രണ്ട് ആദർശ സഹോദരങ്ങൾ ഒന്ന് മറ്റേതിനെ കഴുകി വൃത്തിയാക്കുന്ന ഒരാളുടെ രണ്ടു കൈകൾ പോലെയാണ്. ഹദീസ്. അതായത് ഒരാൾക്ക് വല്ല കാര്യവും സാധിക്കണമെങ്കിൽ അയാളുടെ രണ്ടു കൈകളും പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കണമല്ലോ. അപ്രകാരം രണ്ടാൾ തമ്മിലുള്ള സാഹോദര്യം സാർത്ഥകമാണെങ്കിലും അവർ തമ്മിൽ സഹകരിച്ചു പ്രവർത്തിക്കണം. തങ്ങൾ രണ്ടല്ല, ഒന്നാണെന്ന ബോധം ഉണ്ടാവണം. തന്നെക്കാൾ സ്നേഹിതന് മുൻഗണന നൽകണം. ഈ സഹകരണം സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും വേണം. സ്നേഹിതനെ ധനം കൊണ്ട് സഹായിക്കുന്നത് 3 നിലയിലാകാം. 1. സ്നേഹിതന് നിന്റെ ഭൃത്യന്റെ സ്ഥാനമെങ്കിലും നൽകുക. സ്നേഹിതന് ധനം ആവശ്യമുണ്ട്, നിന്റെ അടുത്ത് ധനമുണ്ട്, അതുകൊണ്ട് അവനെ സഹായിക്കണം. അവനത് ആവശ്യപ്പെടാൻ ഇടവരുത്തരുത്. ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ നിന്റെ സാഹോദര്യം ആത്മാർത്ഥമല്ലെന്നർത്ഥം. 2. സ്നേഹിതനെ നിന്നെപ്പോലെ കരുതുക. നിന്റെ ധനത്തിൽ നിനക്കുള്ള പോലെ അവനും അവകാശവും അധികാരവും നൽകുക. 3. സ്നേഹിതന് നിന്നേക്കാൾ മുൻഗണന നൽകുക. അവൻ്റെ ആവശ്യത്തിന് നിന്റെ ആവശ്യത്തെക്കാൾ പ്രാധാന്യം നൽകുക. ഇത് ഏറ്റവും ഉന്നതമായ നില. അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവരുടെ നില, സിദ്ദീഖുകളുടെ നില. സ്നേഹിതനു വേണ്ടി തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കുകയാണ് ഇതിൻ്റെ പാരമ്യം. ഈ 3ലും പെടാത്ത സ്നേഹം ഇസ്ലാമിക സാഹോദര്യമല്ല, കേവലം ഉപരിപ്ലമായ ബന്ധം മാത്രം. ഇവയിൽ 1ാമത്തെ നില തന്നെ മഹാത്മാക്കളുടെ അടുത്ത് തൃപ്തികരമല്ല. ഉത്തുബ അൽ ഗുലാം തൻ്റെ ഒരു സ്നേഹിതനെ സമീപിച്ച് തനിക്ക് 4000 വെള്ളി അത്യാവശ്യമായി വേണമെന്ന് പറഞ്ഞു. സ്നേഹിതൻ 2000 കൊടുത്തു. ഉത്തുബ അത് സ്വീകരിച്ചില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, നിനക്ക് പ്രധാനം ദുനിയാവ്, അള്ളാഹുവല്ല. അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുന്നു പോലും, എന്നിട്ട് പിശുക്ക്, നാണമില്ലേ? ഉന്നത നിലയായ 3ാമത്തേത് സ്വീകരിച്ച സത്യവിശ്വാസികളെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, തങ്ങൾക്കിടയിൽ കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ, അതായത് തങ്ങളുടെ ധനത്തിൽ അവർ സ്നേഹിതന്മാരെ പങ്കാളികളും അവകാശികളുമാക്കുന്നുവെന്നർത്ഥം. എൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞവനെ സ്നേഹിതനായി സ്വീകരിക്കാൻ തയ്യാറാകാത്തവരുണ്ട്. താനില്ലാതിരുന്നപ്പോൾ സ്നേഹിതൻ വന്ന് തൻ്റെ ധനം എടുത്തുകൊണ്ടുപോയി എന്ന വിവരം പറഞ്ഞ തൻ്റെ അടിമസ്ത്രീയെ സ്വതന്ത്രയാക്കിയവരുണ്ട്. സന്തോഷാധിക്യത്താൽ ഒരാൾ ഒരു സ്വഹാബിക്ക് ഒരാട്ടിൻ തല ദാനം ചെയ്യാനായി ചെന്നു. സ്വഹാബി പറഞ്ഞു, ഇത് എനിക്കല്ല, ഇന്ന സ്നേഹിതനാണ് കൂടുതൽ ആവശ്യം, അവന് കൊടുക്കൂ. ദാനി അയാളുടെ അടുത്തെത്തി. പക്ഷേ അയാളും ഇതുപോലെ തന്നെ മറുപടി പറഞ്ഞു. ആട്ടിൻ തല 3ാമതൊരാൾക്ക് കൊടുക്കാൻ ഉപദേശിച്ചു. ഇത് പിന്നെയും ആവർത്തിച്ചു. അങ്ങനെ അത് 7 പേരുടെ അടുത്തെത്തിയ ശേഷം 1ാമനിലേക്ക് തന്നെ തിരിച്ചെത്തി. അലി റളിയല്ലാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുന്ന തൻ്റെ സ്നേഹിതന് 20 വെള്ളി നൽകുക എന്നതാണ് പാവങ്ങൾക്ക് 100 വെള്ളി ദാനം ചെയ്യുന്നതിനേക്കാൾ നല്ലത്. ധനം കൊണ്ട് മാത്രമല്ല, ദേഹം കൊണ്ടും സഹായിക്കണം. ഇതിനും പല തട്ടുകളുണ്ട്. ഏറ്റവും താണത് സ്നേഹിതൻ ആവശ്യപ്പെടുമ്പോൾ തനിക്ക് കഴിയുമെങ്കിൽ സഹായിക്കുക.
എന്നാലത് സന്തോഷത്തോടെയും മുഖപ്രസന്നതയോടെയും നല്ലൊരു കാര്യം ചെയ്യാൻ സ്നേഹിതൻ അവസരം നൽകി എന്ന ബോധത്തോടെയുമായിരിക്കണം. മഹത്വചനം. ഒരാവശ്യം നിർവഹിച്ചു തരാൻ സ്നേഹിതനോട് നീ ആവശ്യപ്പെടുന്നു. അയാളത് നിർവഹിച്ചു തരുന്നില്ല എങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം. എന്നിട്ടും നിർവഹിച്ചു തരുന്നില്ലെങ്കിൽ അയാൾ മരിച്ചതായി കണക്കാക്കണം. സ്നേഹിതന്റെ മരണശേഷം. പൂർവികർ സ്നേഹിതൻ മരിച്ചാൽ 40 വർഷം അയാളുടെ മക്കളും കുടുംബവുമായുള്ള സൗഹൃദം തുടരുമായിരുന്നു. എന്നും വീട്ടിൽ ചെന്ന് കുശലം ചോദിക്കും, ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും, സാമ്പത്തികമായി സഹായിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം വാപ്പ നഷ്ടപ്പെട്ടെന്നേയുള്ളൂ. വാപ്പയുടെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ സുഖവും സന്തോഷവും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, വാപ്പയുടെ സ്നേഹിതന്മാരുടെ സഹായ സഹകരണം കൊണ്ട്. ചിലർ വീട്ടിലെത്തുമ്പോൾ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടതായി കാണും. ഏത് സ്നേഹിതനാണ് ഇത് നിർവഹിച്ചതെന്നറിയുകയില്ല. സ്നേഹിതനോട് ഗുണകാംക്ഷയും അനുകമ്പയും വേണം, സ്വന്തത്തോടെന്ന പോലെ. ഇല്ലെങ്കിൽ ആ സാഹോദര്യം ആത്മാർത്ഥമായിരിക്കില്ല. സ്നേഹിതന് എപ്പോൾ എന്തെല്ലാം ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ച് ശ്രദ്ധ വേണം. നീ അയാൾക്ക് ചെയ്യുന്ന സഹായം ഔദാര്യമല്ലെന്ന് അറിയണം. ഇങ്ങനെ മനസ്സിലാക്കണം, തനിക്ക് ഒരവസരം ലഭിച്ചിരിക്കുന്നു അള്ളാഹുവിങ്കിൽ പ്രതിഫലം നേടിത്തരുന്ന ഒരു കാര്യം ചെയ്യുന്നതിന്. അതിനാൽ ഉപകാരം ചെയ്യുന്നത് താനല്ല, അയാളാണ്. പ്രത്യേക ഭക്ഷണം ഒരുക്കുമ്പോഴും മറ്റു സന്തോഷാവസരങ്ങളിലും സ്നേഹിതനെ പങ്കെടുപ്പിക്കണം. അപ്പോൾ അയാളുടെ അസാന്നിധ്യം നിന്നെ ദുഃഖിപ്പിക്കണം. നാവുകൊണ്ട് സഹായിക്കേണ്ടത് എങ്ങനെ? നാവുകൊണ്ട് സ്നേഹിതനെ 2 വിധത്തിൽ സഹായിക്കാം. മൗനം പാലിച്ചും സംസാരിച്ചും. അയാളുടെ കുറവുകളെക്കുറിച്ച് മിണ്ടരുത്. അയാളുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ അയാളോട് തർക്കിക്കരുത്. വാദപ്രതിവാദം നടത്തരുത്. അയാളുടെ കാര്യങ്ങൾ ചുഞ്ഞന്വേഷിക്കരുത്. രഹസ്യം പരസ്യമാക്കരുത്. സ്നേഹബന്ധം തകർന്നാലും അയാളുടെ മറ്റു സ്നേഹിതന്മാരെയോ കുടുംബത്തെയോ സന്താനത്തെയോ ആക്ഷേപിക്കരുത്. അയാളെപ്പറ്റി ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തുദ്ധരിക്കരുത്. അയാളെ ആരെങ്കിലും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ അതയാളോട് പറയണം. അത് മറച്ചുവെക്കുന്നത് അസൂയ. ചുരുക്കത്തിൽ, സ്നേഹിതൻ വെറുക്കുന്ന ഒരു കാര്യവും സംസാരിക്കരുത്. നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക എന്നതിൽപ്പെട്ടതും മൗനം പാലിക്കാൻ പറ്റാത്തതുമായ കാര്യം ഇതിൽ നിന്നൊഴിവ്. അവിടെ സ്നേഹിതന്റെ വെറുപ്പ് വിലവയ്ക്കാതെ കാര്യം വെട്ടിത്തുറന്ന് പറയണം. വാസ്തവത്തിൽ അത് സ്നേഹിതന് ഗുണം ചെയ്യലാണ്. അവൻ്റെയോ കുടുംബത്തിൻ്റെയോ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്നത് പരദൂഷണം. സ്വന്തം കാര്യമൊന്ന് പരിശോധിച്ചു നോക്കൂ. നിന്നിൽ കുറ്റവും കുറവുമില്ലേ? നിന്നെപ്പോലെ സ്നേഹിതനെയും കാണണം. അവനിലും കുറവുകളുണ്ടാകാം, ഒഴിവാക്കാൻ പറ്റാത്ത കുറവുകൾ. കുറ്റവും കുറവുമില്ലാത്ത ആരുമില്ല. മനുഷ്യനിൽ നന്മയും തിന്മയുമുണ്ട്. ഒരാളിൽ നന്മയാണ് കൂടുതലെങ്കിൽ അതുതന്നെ വലിയൊരു കാര്യം. വിശ്വാസി എപ്പോഴും നോക്കുക സ്നേഹിതനിലെ നല്ല വശം മാത്രമായിരിക്കും. അങ്ങനെയായാൽ പരസ്പരം ആദരവും ബഹുമാനവും കൂടും. എന്നാൽ കപടവിശ്വാസി നോക്കുന്നതോ കുറ്റവും കുറവുമായിരിക്കും. നാവുകൊണ്ടെന്ന പോലെ ഹൃദയം കൊണ്ടും മൗനം പാലിക്കണം. സ്നേഹിതനെക്കുറിച്ച് തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധാരണ ഹൃദയം കൊണ്ടുള്ള പരദൂഷണം, അതും പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലവനും തൻ്റെ സ്നേഹിതന്റെ കുറവുകൾ മറച്ചുവെച്ചാൽ അയാളുടെ കുറവുകൾ അള്ളാഹു മറച്ചുവെക്കും, ഇഹത്തിലും പരത്തിലും. സ്നേഹിതനെ പ്രശംസിക്കണം. സ്നേഹിതനോട് അനിഷ്ടകാര്യം പറയാതിരിക്കണം എന്നതുപോലെ ഇഷ്ടകാര്യം പറയുകയും വേണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിനക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അക്കാര്യം അയാളോട് തുറന്നു പറയണം. അതുകൊണ്ടുള്ള നേട്ടം സ്നേഹിതൻ ഇങ്ങോട്ടും സ്നേഹിക്കും. 2 ഭാഗത്തു നിന്നുമുള്ള സ്നേഹം കൂടും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരസ്പരം പാരിതോഷികങ്ങൾ നൽകൂ, അങ്ങനെ തമ്മിൽ സ്നേഹിക്കൂ. സ്നേഹിതനെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരിൽ വിളിക്കണം. ആ പേര് തന്നെ പറയണം, അയാളുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, 3 കാര്യം സ്നേഹം ശക്തിപ്പെടുത്തും. സ്നേഹിതന് സലാം പറയുക, സദസ്സിൽ അയാൾക്ക് സ്ഥലം നൽകുക, അയാൾ പ്രിയങ്കരമായ പേരിൽ അയാളെ വിളിക്കുക. സ്നേഹിതന്റെ അപദാനങ്ങൾ എടുത്തു പറഞ്ഞ് പ്രശംസിക്കണം. അയാളെയും അയാളുടെ കുടുംബത്തെയും സന്താനത്തെയും തൊഴിൽ, ബുദ്ധി, സ്വഭാവം, സൗന്ദര്യം പോലുള്ള അയാളുടെ കാര്യങ്ങളെയും കയ്യെഴുത്ത്, കവിതാരചന പോലുള്ള അയാളുടെ കഴിവുകളെയും പ്രശംസിക്കണം. എന്നാൽ കള്ളം പറയരുത്. അതിര് കവിഞ്ഞ പ്രശംസയും പാടില്ല.
അയാൾ നിനക്ക് ഉപകാരം ചെയ്താൽ നന്ദി പറയണം. അയാളുടെ അസാന്നിധ്യത്തിൽ അയാളെപ്പറ്റി വല്ലവരും ദുഷിച്ചു പറഞ്ഞാൽ അയാൾക്കു വേണ്ടി പ്രതിരോധിക്കണം. അയാളുടെ അഭിമാനം ശതപ്പെടുത്താൻ ആരെയും അനുവദിക്കരുത്. സതുപദേശം. സ്നേഹിതന് സൽക്കാര്യങ്ങൾ പഠിപ്പിക്കണം, സതുപദേശങ്ങൾ നൽകണം. ധനം കൊണ്ട് സഹായിക്കുന്നതിൻ്റെ അത്ര തന്നെ ഇതിനും പ്രാധാന്യമുണ്ട്. താങ്കൾ പണ്ഡിതനാണെങ്കിൽ ഈ ബാധ്യത ഇരട്ടിക്കും. അയാൾ ഉപദേശം സ്വീകരിക്കുന്നില്ലെന്നും വിജ്ഞാനമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെന്നും കരുതുക. എങ്കിൽ വീണ്ടും ഉപദേശിക്കണം, പക്ഷേ രഹസ്യമായി, മറ്റാരും അറിയാതെ. മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് ഉപദേശിക്കുന്നത് അയാളെ അപമാനിക്കലാണ്. ആത്മാർത്ഥ സ്നേഹിതനാണെങ്കിൽ അയാളിൽ നിന്റെ ഉപദേശം നിന്നെക്കുറിച്ച് മതിപ്പും സ്നേഹവും വർദ്ധിപ്പിക്കും. ആള് മോശമാണെങ്കിലോ ഫലം മോശമായിരിക്കും. ദുർവൃത്തി ചെയ്യുകയോ ദുസ്വഭാവം കാണിക്കുകയോ ചെയ്യുന്ന നിന്നെ അത് തിരുത്താൻ സ്നേഹിതൻ ഉപദേശിക്കുന്നു. നിന്റെ വസ്ത്രത്തിൽ പാമ്പോ തേളോ കയറിക്കൂടിയിരിക്കുന്നത് നിന്നെ ഉണർത്തുന്നത് പോലെയാണത്. അയാളുടെ വാക്ക് അവഗണിച്ചാൽ ആ വിഷജന്തു നിന്നെ കടിക്കും. അതിനാൽ അത് സ്വീകരിക്കാതിരിക്കുന്നത് പരമവിഡിത്തം. ദുർഗുണങ്ങളും ദുസ്വഭാവങ്ങളും പരലോകജീവിതം നശിപ്പിക്കുന്ന പാമ്പും തേളുമാണ്. അവ മൂലമുള്ള നാശം പാമ്പും തേളും കൊണ്ടുള്ള നാശത്തേക്കാൾ എത്രയോ കഠിനം. സ്നേഹിതനിൽ നിന്ന് മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്ന കുറവുകളാണ് മറച്ചുവെക്കേണ്ടത്. മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റ് മറച്ചുവെക്കരുത്. അത് തിരുത്താൻ ഉപദേശിക്കണം, വ്യക്തമായും വ്യംഗ്യമായും. സ്നേഹബന്ധം തകരാൻ ഇടവരാത്ത രൂപത്തിൽ. ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്നും തെറ്റ് ചെയ്യുന്നതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഉറപ്പായാൽ ഉപദേശിക്കേണ്ട, മിണ്ടാതിരിക്കണം. അതാണ് നല്ലത്. ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. ഈ പറഞ്ഞതൊക്കെ നിന്റെ സ്നേഹിതന് ഇഹത്തിലോ പരത്തിലോ ദോഷം വരുത്തിവെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. എന്നാൽ നിനക്ക് ദോഷം വരുത്തുന്ന കാര്യം അവൻ ചെയ്താൽ നീ ക്ഷമിക്കുകയും മാപ്പാക്കുകയുമാണ് വേണ്ടത്. സ്നേഹിതൻ നിന്നെ ശല്യപ്പെടുത്തുന്നതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം തകർക്കുകയാണെന്നും കരുതുക. എങ്കിൽ അവനെ രഹസ്യമായി ആക്ഷേപിക്കാം. വ്യംഗ്യമായോ എഴുതിയോ ആക്ഷേപിക്കുന്നതാണ് തുറന്നടിച്ചുകൊണ്ടുള്ളതോ വാചായുള്ളതോ ആയ ആക്ഷേപത്തെക്കാൾ നല്ലത്. ഇതിനേക്കാളെല്ലാം ഉത്തമം അയാളിൽ നിന്നുള്ള ശല്യം ക്ഷമിക്കുക എന്നതാണ്. മതകാര്യങ്ങളിൽ വരുത്തുന്ന തെറ്റിൽ സ്നേഹിതൻ ഉറച്ചു നിന്നാൽ അവനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു കളയണമെന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. സ്നേഹബന്ധം നിലനിർത്തണം, ദുർവൃത്തിയെ വെറുക്കണം എന്നാണ് മറ്റൊരു പക്ഷം. സ്നേഹിതൻ ഒഴികഴിവോ പ്രതിബന്ധമോ ബോധിപ്പിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കണം. ദുർവൃത്തിയോടുള്ള എതിർപ്പിൽ അതിര് കവിയരുത്. പ്രാർത്ഥിക്കണം, സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിക്കണം. അയാളുടെ ജീവിതകാലത്തും മരണശേഷവും. അയാൾക്ക് വേണ്ടി മാത്രമല്ല, അയാളുടെ കുടുംബത്തിനും അയാളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കും പോലെ തന്നെ. ഇത് സംബന്ധിച്ച് ചില ഹദീസുകൾ നമുക്ക് കാണാം. ഒരാൾ സ്നേഹിതന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ മലക്ക് പറയും, അയാൾക്ക് ലഭിക്കുന്നതിന് തുല്യമായത് നിനക്കു ലഭിക്കും. സ്നേഹിതന്റെ അസാന്നിധ്യത്തിൽ അവന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. അബൂദർദാ പറയുന്നു, സുജൂദിൽ ഞാൻ എൻ്റെ 70 സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഓരോരുത്തൻ്റെയും പേരു പറഞ്ഞ്. സ്നേഹബന്ധം പരലോകത്തേക്കുള്ള ഒരു സൽക്കർമ്മമാണ്. സ്നേഹിതന്റെ മരണത്തോടെ അത് അറ്റുപോയാൽ ആ കർമ്മം നിഷ്ഫലമായെന്നർത്ഥം. നബിയെ സന്ദർശിക്കാൻ വന്ന ഒരു കിഴവിയെ അദ്ദേഹം വളരെ ആദരപൂർവ്വം സ്വീകരിച്ചു. കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവർ ഖദീജയുടെ ചങ്ങാതിയായതുകൊണ്ട്. ഖദീജയുടെ കാലത്ത് ഇവിടെ സാധാരണ വരാറുണ്ടായിരുന്നു. സ്നേഹിതന്മാർ തമ്മിൽ മതകാര്യത്തിലോ ഭൗതിക കാര്യത്തിലോ അസൂയ പാടില്ല. അള്ളാഹു പറയുന്നു, അവർക്ക് ലഭിക്കുന്ന ധനത്തെ സംബന്ധിച്ച് മനസ്സിൽ യാതൊരു ആഗ്രഹവും ഉള്ളതായി ഇവർ കാണിക്കുകയില്ല. അസൂയയില്ലെന്നർത്ഥം. ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായാലും, താൻ ഉയരുകയോ താഴുകയോ ചെയ്താലും സ്നേഹബന്ധം പഴയ പോലെ തുടരണം. ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ ലക്ഷണം. സ്നേഹിതൻ വേർപെട്ടാൽ ദുഃഖിക്കും. ആളുകൾ സ്നേഹിതനെക്കുറിച്ച് പറയുന്ന നുണ അയാൾ വിശ്വസിക്കില്ല. സ്നേഹിതന്റെ ശത്രുവായി ചങ്ങാത്തം പാടില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ ചങ്ങാതി നിന്റെ ശത്രുവുമായി കൂട്ടുകൂടിയാൽ അവരിരുവരും നിന്റെ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. മർഹബൻ വ അഹ്ലം വ സഹലൻ. സ്നേഹിതന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും
ചെയ്യരുത്. നീ അവന് ഭാരമാകരുത്. നിനക്കു വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. സുന്നത്തായ ഇബാദത്തുകൾ അയാൾ ഉപേക്ഷിച്ചാൽ ആക്ഷേപിക്കരുത്. സ്നേഹിതന് നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനും മലമൂത്ര വിസർജനം ചെയ്യാനും നിസ്കരിക്കാനും ഉറങ്ങാനും വീട്ടിലെ ഒരംഗം പോലെ പെരുമാറാനും കഴിയണം. ഈ അർത്ഥത്തിലാണ് അറബികൾ അതിഥികളെ സ്വാഗതം ചെയ്യുമ്പോൾ മർഹബൻ വ അഹ്ലം വ സഹലൻ എന്ന് പറഞ്ഞിരുന്നത്. മർഹബൻ, താങ്കൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. അഹ്ലൻ, താങ്കൾക്കിവിടെ നല്ല ചങ്ങാതിമാരുണ്ട്. താങ്കളിവിടെ ഏകനല്ല. സഹലൻ, എല്ലാ കാര്യത്തിലും താങ്കൾക്കിവിടെ സൗകര്യമുണ്ട്. താങ്കൾക്കാവശ്യമായതൊക്കെ ഞങ്ങൾ ചെയ്തു തരും. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ല. തനിക്കല്ല, സ്നേഹിതനാണ് ശ്രേഷ്ഠതയെന്ന് കരുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്നേഹിതനെ അവഗണിക്കുന്നത് പോലും മഹാപാപമാണ്. വല്ലതും ചെയ്യുന്നതിനു മുമ്പ് സ്നേഹിതനോട് ആലോചിക്കണം. അള്ളാഹു പറയുന്നു, കാര്യങ്ങൾ അവരുമായി ആലോചിക്കുക. സ്നേഹിതനെ സേവിക്കുന്നതിൽ അയാളുടെ പരിചാരകനെ പോലെയാകണം. ഇതിൽ ഓരോ അവയവത്തിനും അതാതിൻ്റെതായ ചുമതലയുണ്ട്. 1. കണ്ണ്. സ്നേഹിതനെ സ്നേഹപൂർവ്വം നോക്കണം. അവൻ്റെ നോട്ടങ്ങളും ഗുണങ്ങളും കാണണം. കുറവുകൾ കണ്ടില്ലെന്ന് നടിക്കണം. അവൻ വന്ന് കയറുമ്പോഴും നിന്നോട് സംസാരിക്കുമ്പോഴും നിന്റെ ദൃഷ്ടികൾ അവനിൽ തന്നെ കേന്ദ്രീകരിക്കണം. നബിയുടെ ദൃഷ്ടി സദസ്സിലെ ഓരോരുത്തരിലേക്കും എത്തും. എല്ലാവരെയും നോക്കും. എത്രത്തോളം എന്നാൽ ഓരോരുത്തരും വിചാരിക്കും താനാണ് നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന്. നബിയേക്കാൾ പുഞ്ചിരിയും മുഖപ്രസന്നതയുള്ളവരോ ആളുകൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ശ്രദ്ധിച്ചു കേൾക്കുന്നവരോ വേറെ ഉണ്ടായിട്ടില്ല. 2. ചെവി. സ്നേഹിതൻ പറയുന്നത് താൽപ്പര്യത്തോടെ കേൾക്കണം. അയാൾ പറയുന്നത് സത്യമാണെന്ന് താൻ വിശ്വസിക്കുന്നെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ. അയാൾ സംസാരിക്കുമ്പോൾ ഇടക്ക് കയറി സംസാരിക്കരുത്. ആവശ്യമില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കരുത്. തർക്കിക്കരുത്. അയാളുടെ സംസാരത്തിന് തടസ്സമുണ്ടാക്കരുത്. 3. നാവ്. സ്നേഹിതന്മാരുടെ അടുത്ത് വെച്ച് ഉച്ചത്തിൽ സംസാരിക്കരുത്. അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സംസാരിക്കണം. 4. കൈ. അതുകൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ സ്നേഹിതന് ചെയ്തു കൊടുക്കണം. 5. കാല്. സ്നേഹിതൻ തന്നെ മുന്നിൽ നിർത്തിയാൽ മാത്രമേ മുന്നിൽ നിൽക്കാവൂ. അവൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അവൻ ഇരുന്നതിന് ശേഷമേ ഇരിക്കാവൂ. ഇരിക്കേണ്ടത് വിനയപൂർവം. ചില പൊതുകാര്യങ്ങൾ. മിത്രത്തെയും ശത്രുവിനെയും പ്രസന്ന മുഖത്തോടെ അഭിമുഖീകരിക്കണം. ഗൗരവം വേണം. അഹങ്കാരം പാടില്ല. വിനയം വേണം. നിന്ദ്യത പാടില്ല. എല്ലാ കാര്യത്തിലും മധ്യനില സ്വീകരിക്കണം. അധികമായി തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കരുത്. സദസ്സിൽ ഇരിക്കുമ്പോൾ വിരലുകൾ തമ്മിൽ കോർക്കരുത്. താടി മോതിരം പോലരുത്. തൊട്ടും തടവിയും കളിച്ചുകൊണ്ടിരിക്കരുത്. പല്ലിട കുത്തരുത്. മൂക്കിൽ വിരലിടരുത്. അധികമായി തുപ്പുകയോ കാർക്കിക്കുകയോ ചെയ്യരുത്. ശാന്തമായി ഇരിക്കണം. ചിട്ടയോടെ സംസാരിക്കണം. ആത്മപ്രശംസ ചെയ്യരുത്. നിന്റെ സന്താനങ്ങളെയോ സാഹിത്യ പ്രവർത്തനങ്ങളെയോ മറ്റോ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത്. സ്ത്രീകളെപ്പോലെ ചെത്തി നടക്കരുത്. അടിമയെപ്പോലെ മോശമായ വേഷം കെട്ടരുത്. ആരെയും അക്രമത്തിന് പ്രേരിപ്പിക്കരുത്. നിന്റെ കുടുംബത്തോടോ ബന്ധുക്കളോടോ നിനക്കെത്ര ധനമുണ്ടെന്ന് പറയരുത്. അന്യരോട് ഏതായാലും പറയാൻ പാടില്ല. ചിലപ്പോൾ കർശനമായി പെരുമാറേണ്ടി വരും. പക്ഷേ ക്രൂരത പാടില്ല. വിനയത്തോടെ പെരുമാറണം. ദൗർബല്യം നന്നല്ല. അഭിമാനത്തെക്കാൾ ധനത്തിന് പ്രാധാന്യം നൽകരുത്. സദസ്സിൽ പങ്കെടുക്കുമ്പോൾ സദസ്സിൽ കടന്നു ചെല്ലുമ്പോൾ സലാം പറയണം. ഇരിക്കുന്നവരെ മറികടന്ന് നടക്കരുത്. ഉള്ള സ്ഥലത്ത് ഇരിക്കണം. ഇരിക്കുമ്പോൾ സമീപത്തുള്ളവർക്ക് സലാം ചെല്ലണം. വഴിയോരത്ത് ഇരിക്കരുത്. അവിടെ ഇരിക്കേണ്ടി വന്നാൽ അനാവശ്യ കാഴ്ചകൾ നോക്കരുത്. പീഡിതരെയും അവശരെയും ദുർബലരെയും സഹായിക്കണം. വഴിയറിയാത്തവർക്ക് വഴി കാണിക്കണം. സലാം മടക്കണം. യാചകർക്ക് ഭിക്ഷ നൽകണം. നന്മ ഉപദേശിക്കണം. തിന്മ തടയണം. ഖിബലയുടെ ഭാഗത്ത് തുപ്പരുത്. ആരെയും പരിഹസിക്കരുത്. അനാവശ്യ സംസാരമോ പ്രവൃത്തിയോ നടക്കുന്ന സദസ്സിൽ പെട്ടുപോയാൽ എഴുന്നേറ്റു പോകുമ്പോൾ ദിക്ർ ചൊല്ലണം. മുസ്ലിമിന് പലരോടും ബാധ്യതയുണ്ട്. കുടുംബക്കാർ, അയൽവാസികൾ, സഹവാസികൾ, അങ്ങനെ പലരോടും. പരിചയക്കാരോടും ഒന്നിച്ച് ജീവിക്കുന്നവരോടും അങ്ങനെ അല്ലാത്തവരുള്ളതിനേക്കാൾ ബാധ്യതയുണ്ട്. രക്തബന്ധുക്കളോട് അല്ലാത്ത ബന്ധുക്കളുള്ളതിനേക്കാൾ ബാധ്യതയുണ്ട്.
മുസ്ലിങ്ങൾ തമ്മിലുള്ള ചുമതല. കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം, ക്ഷണം സ്വീകരിക്കണം. അവൻ തുമ്മി അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിന് എന്ന് പറഞ്ഞാൽ ഇർഹാംകുമുല്ലാഹ്, അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന് നീ ചൊല്ലണം. രോഗിയായാൽ സന്ദർശിക്കണം, മരിച്ചാൽ അന്ത്യക്രിയയിൽ സഹകരിക്കണം. നിന്നോട് ഉപദേശം ആവശ്യപ്പെട്ടാൽ ഉപദേശിക്കണം. അവൻ്റെ അസാന്നിധ്യത്തിൽ അവൻ്റെ കാവൽക്കാരനാകണം. നിനക്ക് വേണമെന്ന് നീ ആഗ്രഹിക്കുന്നത് അവനും ആഗ്രഹിക്കണം, നിനക്ക് വെറുക്കുന്നത് അവനും വെറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുന്നതിലും കരുണ കാണിക്കുന്നതിലും ഒറ്റ ശരീരം പോലെയാകണം. അതിലെ ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ ശരീരം മുഴുവനും അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുമല്ലോ. പനിച്ചും ഉറക്കമിളിച്ചും ഓരോ ഭാഗവും മറ്റു ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു കെട്ടിടം പോലെയാണ് വിശ്വാസികൾ. ആരും ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശല്യപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരായാലേ ഒരാൾ മുസ്ലിമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ഏഷണിക്കാരന് സ്വർഗപ്രവേശം ലഭിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല. തമ്മിൽ പിണങ്ങിയവരിൽ ഉത്തമൻ ആദ്യം സലാം ചൊല്ലി രാജിയാകുന്നവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, നബി ഒരിക്കലും സ്വന്തം കാര്യത്തിന് ആരോടും പ്രതികാരം ചെയ്തിട്ടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ആദരണീയത പിച്ചിച്ചെന്നുമ്പോൾ അദ്ദേഹം പ്രതികാരം ചെയ്യാതെ അടങ്ങി നിൽക്കാറില്ല. പരമാവധി ആളുകൾക്ക് പരമാവധി ഉപകാരം ചെയ്യണം. അവർ അതിനർഹരോ അല്ലയോ എന്നൊന്നും നോക്കാതെ. മറ്റൊരാളുടെ വീട്ടിൽ അനുവാദമില്ലാതെ കടന്നു ചെല്ലരുത്. 3 പ്രാവശ്യം അനുവാദം ചോദിക്കണം. അനുവാദം ലഭിച്ചാൽ അകത്ത് കിടക്കാം, ഇല്ലെങ്കിൽ തിരിച്ചു വരണം. നബിയും കുഞ്ഞുങ്ങളും ഓരോ ആളുകളുടെയും നിലയും വിലയും അനുസരിച്ച് പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലിയവരെ ബഹുമാനിക്കാത്തവരും കുട്ടികളോട് വാത്സല്യം കാണിക്കാത്തവരും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അദ്ദേഹം കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ ആവശ്യപ്പെടും. അവരെ എടുത്ത് ലാളിക്കും. അങ്ങനെ ചെയ്യാൻ സ്വഹാബികളെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പേരിടാനും സ്വഹാബികൾ നബിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കും. അദ്ദേഹം കുഞ്ഞിനെ മടിയിലിരുത്തും. ചിലപ്പോൾ അത് മടിയിൽ മൂത്രിച്ചെന്ന് വരും. നബി തന്നെ ആ വസ്ത്രം കഴുകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വിനയ സ്വഭാവിയും ശാന്തനും സൗമ്യനുമായ ആൾക്ക് നരകം നിഷിദ്ധം. നരകത്തെ സൂക്ഷിക്കുക. ഒരു ചീള് കാരക്ക ദാനം ചെയ്തിട്ടെങ്കിലും, അതും ഇല്ലാത്തവൻ നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും വാഗ്ദാനം ഒരു ബാധ്യതയാണ്. താഴെ പറയുന്ന 3 ദുസ്വഭാവം ആരിലുണ്ടോ അയാൾ കപടവിശ്വാസി. അയാൾ നോമ്പ് നോറ്റാലും നിസ്കരിച്ചാലും നുണപറച്ചിൽ, വാഗ്ദാന ലംഘനം, വിശ്വാസവഞ്ചന. നിന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് നീതി ലഭിക്കണം. നിനക്ക് ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന പെരുമാറ്റം നീ അങ്ങോട്ടും നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ നുണയും നിഷിദ്ധം, താഴെ പറയുന്ന സന്ദർഭങ്ങളിലൊഴികെ. 1. യുദ്ധത്തിൽ. 2. രണ്ടുപേർക്കിടയിൽ സന്ധിയുണ്ടാക്കാൻ. 3. ഭാര്യയുടെ പിണക്കം മാറ്റാൻ. ഖലീഫയ്ക്ക് ഉത്തരം മുട്ടി. പ്രജകളുടെ സ്ഥിതി നേരിട്ടറിയാൻ ഖലീഫ രാത്രി ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴതാ ഒരു വീട്ടിൽ നിന്ന് സംഗീതം കേൾക്കുന്നു. ഖലീഫ മതിൽ ചാടിക്കടന്ന് വീട്ടിനകത്ത് കയറി. അവിടെ ഒരു പുരുഷനും ഒരു സ്ത്രീയുമുണ്ട്, മുന്നിൽ മദ്യവും. ഖലീഫ ചോദിച്ചു, ദൈവശത്രു, നിന്റെ ഈ തമ്മാടിത്തം ആരും കാണില്ലെന്ന് നീ വിചാരിച്ചോ? വീട്ടുകാരൻ, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് ചെയ്തത് തെറ്റ്. ഞാൻ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അങ്ങ് 3 തെറ്റ് ചെയ്തു. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ പറ്റി ചുയിഞ്ഞന്വേഷിക്കരുത്. അങ്ങ് ചുയിഞ്ഞന്വേഷിച്ചു. പിൻവാതിലിലൂടെ വീട്ടിൽ ചെല്ലരുത്. അങ്ങിവിടെ വന്നത് മതിൽ ചാടി. അന്യരുടെ വീട്ടിൽ അനുവാദമില്ലാതെ കിടക്കരുത്. അങ്ങ് കടന്നത് അനുവാദമില്ലാതെ. ഖലീഫ പറഞ്ഞു, ശരി, നിന്നെ വെറുതെ വിട്ടാൽ നീ എന്തു ചെയ്യും? മേലിൽ തെറ്റ് ആവർത്തിക്കില്ല. ഖലീഫ അയാൾക്ക് മാപ്പ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരസ്യമായി പാപം ചെയ്യുന്നവർക്കൊഴികെ മറ്റെല്ലാ മുസ്ലിങ്ങൾക്കും അള്ളാഹു മാപ്പ് നൽകും. പരസ്യമായി ചെയ്യുന്നതിൽ ഇതും പെടും. രാത്രി രഹസ്യമായി പാപം ചെയ്യുക, പിന്നെ താൻ ഇന്ന് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞറിയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരസ്യമായി പാപം ചെയ്യുന്നവർക്കൊഴികെ മറ്റെല്ലാ മുസ്ലിങ്ങൾക്കും അള്ളാഹു മാപ്പ് നൽകും. പരസ്യമായി ചെയ്യുന്നതിൽ ഇതും പെടും. രാത്രി
രഹസ്യമായി പാപം ചെയ്യുക. പിന്നെ താൻ ഇന്നിന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞറിയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ മറ്റുള്ളവരുടെ സംസാരം കട്ടുകേൾക്കുന്നു, അവരത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പരലോകത്ത് കട്ടുകേട്ടവന്റെ ചെവിയിൽ അള്ളാഹു ഈയമൊഴിക്കും. ആളുകൾ തന്നെപ്പറ്റി തെറ്റിദ്ധരിക്കാനോ ദൂഷണം പറയാനോ ഉള്ള അവസരമുണ്ടാക്കരുത്. ഒരാൾ കാരണം ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അയാളും ആ പാപവൃത്തിയിൽ പങ്കാളിയാകും. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ വിട്ട് മറ്റ് ഏതെല്ലാം വസ്തുക്കളെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവയെ നിങ്ങൾ ശകാരിക്കരുത്. അവർ കാര്യബോധമില്ലാതെയും വൈരബുദ്ധിയോടുകൂടിയും അള്ളാഹുവിന് ശകാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്നവരെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ആരെങ്കിലും സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുമോ? സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. പറയും, ഒന്നാമൻ രണ്ടാമൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയും, പകരം രണ്ടാമൻ ഒന്നാമൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുപാർശ പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നേടുവിൻ. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആദ്യം പറയേണ്ടത് സലാം, പിന്നെ മറ്റു സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് പോലും സലാം പറയാറുണ്ടായിരുന്നു. അഭിവാദ്യം പൂർത്തിയാക്കാൻ ഹസ്തദാനം കൂടി വേണമെന്ന് ഒരു ഹദീസിലുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹസ്തദാനം സ്നേഹം വർദ്ധിപ്പിക്കും. ചുംബിക്കാം. മതപരമായി ബഹുമാനിക്കപ്പെടേണ്ടവരെ ആദരിച്ചും അവരിൽ നിന്ന് അനുഗ്രഹം തേടിയും അവരുടെ തലയും കൈയും ചുംബിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിട്ടുണ്ട്. സലാം പറയുമ്പോൾ കുനിയുന്നത് ശരിയല്ല. യാത്ര കഴിഞ്ഞു വരുന്നവരെ ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യാമെന്ന് ഹദീസിലുണ്ട്. പണ്ഡിതന്മാരെ ബഹുമാനിച്ച് അവരുടെ ജീനിച്ച വിട്ട് എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരും മറ്റൊരാളെ എഴുന്നേൽപ്പിച്ച് അയാളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഒതുങ്ങിയിരുന്ന് കഴിയുന്നത്ര വിശാലതയുണ്ടാക്കണം. ഉമ്മു ഹാനി എന്ന സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ചൊല്ലി. നബി സലാം മടക്കി ചോദിച്ചു, ഇവൾ ആര്? ഉമ്മു ഹാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു ഹാനി, സ്വാഗതം. സ്നേഹിതന്റെ ജീവനും അഭിമാനവും ധനവും സംരക്ഷിക്കുക മുസ്ലിമിന്റെ ബാധ്യതയാണ്. അവ കയ്യേറാൻ ആരെയും അനുവദിക്കരുത്. പരമാവധി പ്രതിരോധിക്കണം. തുമ്മുമ്പോൾ കഴിവതും ശബ്ദം കുറക്കണം. മുഖം മറക്കണം. കോട്ടുവാ ഇടുമ്പോൾ വായ പൊത്തണം. ദുഷ്ടന്മാരുമായി ഇടപെടേണ്ടി വരുമ്പോൾ അവരോട് തന്ത്രപൂർവം പെരുമാറണം, ശല്യം ഒഴിവാക്കാൻ. അള്ളാഹു പറയുന്നു, ഏറ്റവും നല്ല മാർഗം കൊണ്ട് തിന്മയെ തടയുക. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, ഒരാൾ നബിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരാൻ പറയൂ, അയാൾ മഹാദുഷ്ടൻ. എന്നാൽ തമ്മിൽ കണ്ടപ്പോൾ അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യമായാണ് സംസാരിച്ചത്. അയാൾ സ്ഥലം വിട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്പം മുമ്പ് അയാൾ ദുഷ്ടനാണെന്ന് അങ്ങ് പറഞ്ഞു, പിന്നെന്തിനാണ് അയാളോട് ഇത്ര സൗമ്യമായി സംസാരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുർനാക്കുമൂലം ആളുകളുടെ വെറുപ്പിന് വിധേയനായവനായിരിക്കും പരലോകത്ത് ഏറ്റവും മോശക്കാരൻ. പാവങ്ങളുമായി കൂട്ടുകൂടണം. പാവങ്ങളുടെ കൂടെ കഴിയണം. അനാഥകളോട് ഗുണകാംക്ഷ കാണിക്കണം. നബിയുടെ ഒരു പ്രാർത്ഥന, അല്ലാഹുവേ, എന്നെ ദരിദ്രനായി ജീവിപ്പിക്കണമേ, ദരിദ്രനായി മരിപ്പിക്കണമേ, പരലോകത്ത് ദരിദ്രരുടെ കൂട്ടത്തിൽ പുനർജീവിപ്പിക്കണമേ. സുലൈമാൻ നബി അലൈഹിസ്സലാം ചക്രവർത്തി ആയതിനു ശേഷവും പള്ളിയിൽ പാവങ്ങളുടെ കൂടെയാണ് ഇരുന്നിരുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഞാനൊരു പാവപ്പെട്ടവൻ, എൻ്റെ സഹവാസം പാവങ്ങളുടെ കൂടെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അനാഥയുടെ സംരക്ഷണം ഏറ്റെടുത്ത് അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നവർക്ക് സ്വർഗം ലഭിക്കും, തീർച്ച. ഞാനും അനാഥ സംരക്ഷകനും സ്വർഗത്തിൽ വളരെ അടുത്തായിരിക്കും. 2 വിരലുകൾ എത്ര അടുത്താണോ അത്രയും അടുത്ത്. അനാഥയോടുള്ള വാത്സല്യത്താൽ അതിൻ്റെ തല തടവിയവന് ആ കൈ സ്പർശിച്ച ഓരോ രോമത്തിനും ഓരോന്ന് എന്ന തോതിൽ നന്മ ലഭിക്കും. നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടുന്ന അനാഥയുള്ള വീടാണ് ഏറ്റവും നല്ല വീട്. മോശമായ പെരുമാറ്റം ലഭിക്കുന്ന അനാഥയുള്ള വീടാണ് ഏറ്റവും മോശമായ വീട്. രോഗിയെ സന്ദർശിക്കണം. രോഗിയെ സന്ദർശിക്കണം. എന്നാൽ രോഗിയുടെ അടുത്ത് അധിക സമയം ഇരിക്കരുത്. അവനോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. സഹാനുഭൂതി കാണിക്കണം. രോഗശമനത്തിന് പ്രാർത്ഥിക്കണം. അവിടെ അരുതാത്തത് നോക്കരുത്. വീട്ടിൽ കടക്കാൻ അനുവാദം ചോദിക്കുമ്പോൾ വാതിലിന് മുന്നിൽ നിന്ന് മാറി നിൽക്കണം.
വാതിലിൽ പതുക്കെ മുട്ടണം. ആര് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് പറഞ്ഞാൽ പോരാ, പേര് പറയണം. രോഗി ക്ഷമ കൈക്കൊള്ളണം. വേവലാതിപ്പെടരുത്, നിരാശപ്പെടരുത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മരുന്ന് കഴിക്കണം. എന്നിട്ട് അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. മയ്യത്ത് സംസ്കരണ ജോലിയിൽ സഹകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മയ്യത്തിൻ്റെ അന്ത്യക്രിയയിൽ സഹകരിച്ചാൽ അള്ളാഹുവിങ്കിൽ ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഖബറടക്കുന്നതുവരെ സഹകരിച്ചാൽ 2 ഖീറാത്ത് കിട്ടും. ഒരു ഖീറാത്ത് എന്നാൽ ഉഹുദ് മലയുടെ യാത്ര. മയ്യത്ത് സംസ്കരണ ക്രിയയിൽ പങ്കെടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം മുസ്ലിമിനോടുള്ള ചുമതല നിറവേറ്റുന്നു, ഗുണപാഠം നേടുന്നു. ഖബർ സന്ദർശനം. ഖബർ സന്ദർശിക്കണം. പ്രാർത്ഥനയും ഗുണപാഠവും ഉൾക്കൊള്ളലും മരണസ്മരണയുമായിരിക്കണം ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖബറിനേക്കാൾ ഭയാനകമായൊരു ഇടം ഞാൻ കണ്ടിട്ടില്ല. മരണത്തിൽ അനുശോചിക്കുന്നത് വിനയത്തോടെയായിരിക്കണം. സംസാരം കുറക്കണം, ചിരിക്കാതിരിക്കണം. മയ്യത്ത് കഴിവതും വേഗം ഖബറെടുക്കുന്നത് സുന്നത്താണ്. ആരെയും നിസ്സാരനായി കാണരുത്. അത്തരം വിചാരം തെറ്റ്. നീ നിസ്സാരനായി കരുതുന്നവൻ നിന്നേക്കാൾ ഉത്തമനാകാം. അവൻ തെമ്മാടിയാണെങ്കിൽ പിന്നീട് നീ അവനെപ്പോലെയാകാം. അവൻ നല്ലവനായി മാറാം. ഭൗതികമായി നല്ല നിലയിലുള്ളവരെ അതിൻ്റെ പേരിൽ ബഹുമാനിക്കരുത്. കാരണം ദുനിയാവിന് അള്ളാഹുവിങ്കിൽ വിലയില്ല. അവരിൽ നിന്ന് ഭൗതിക കാര്യം നേടാൻ നീ നിന്റെ ദീൻ വിൽക്കരുത്. അതുമൂലം നീ അവരുടെ ദൃഷ്ടിയിൽ നിസ്സാരനാകും. നിനക്ക് ദുനിയാവ് ലഭിക്കുകയുമില്ല. എന്നാൽ നീ അവരോട് ശത്രുത കാണിക്കണ്ട. അവർ മതപരമായി വല്ല നിഷിദ്ധവും ചെയ്യുന്നത് കണ്ടാൽ എതിർക്കുക തന്നെ വേണം. അവരുടെ ചിരിയിലും പഞ്ചാരവാക്കിലും വീഴരുത്. കാരണം അത് കപടമായിരിക്കും. നിന്റെ ദുഃഖവും സങ്കടവും അവരോട് പറയണ്ട. പറഞ്ഞാൽ നിന്നെ അള്ളാഹു കൈവിടും, അവരിലേക്ക് ഏൽപ്പിക്കും. അവരോട് വല്ല ആവശ്യത്തിനും നീ ചോദിക്കുന്നു, അതവർ നിർവഹിച്ചു തരുന്നില്ല എങ്കിൽ നീ അവരെ ആക്ഷേപിക്കാൻ പോകേണ്ട. കാരണം അതുകൊണ്ടുള്ള ദോഷം നിനക്ക് തന്നെയായിരിക്കും. അവർ നിന്നോട് ശത്രുത കാണിക്കും, നിന്നെ ബുദ്ധിമുട്ടിക്കും. പേരെടുത്ത് വിമർശിക്കരുത്. പ്രതികരിക്കുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ആളെ ഉപദേശിക്കാൻ മെനക്കെടേണ്ട. അവനത് കേൾക്കില്ല. പോരാത്തതിന് നിന്നോട് ശത്രുത കാണിക്കുകയും ചെയ്യും. നിന്റെ ഉപദേശം പൊതു സ്വഭാവമുള്ളതായിരിക്കണം. ആരെയും പേരെടുത്ത് വിമർശിക്കരുത്. ആരെയും ദുഷിച്ചു പറയുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അക്കാര്യം നീ അള്ളാഹുവിലേക്ക് വിടണം. അവരോട് പ്രതികാരം ചെയ്യാൻ പോകേണ്ട. പ്രതികാരം കൊണ്ട് ദോഷമേ ഉണ്ടാവുകയുള്ളൂ. അധികം ആളുകളും സഹവാസത്തിന് പറ്റില്ല. അവർ ചെറിയ തെറ്റുകൾ പോലും പൊറുക്കില്ല. നിസ്സാര കാര്യത്തിന് പോലും ആക്ഷേപിക്കും, അസൂയപ്പെടും. ഏതൊരാളെയും ശരിക്ക് പഠിച്ചതിന് ശേഷമേ അയാളുമായി സൗഹൃദം സ്ഥാപിക്കാവൂ. കുറെ കാലം സഹവസിച്ച് ആളെ പഠിക്കുക. അയാളുമായി ധനയിടപാട് നടത്തുക. നീ ബുദ്ധിമുട്ടിൽ അകപ്പെടുകയും അയാളുടെ സഹായം വേണ്ടിവരികയും ചെയ്യുക. അയാളുടെ കൂടെ യാത്ര ചെയ്യുക. ഈ അവസ്ഥകളിൽ അയാളുടെ നിലപാട് തൃപ്തികരമെങ്കിൽ അയാളുമായി സൗഹൃദം സ്ഥാപിക്കാം. നിന്റെ സുഹൃത്ത് നിന്നേക്കാൾ മുതിർന്നവനെങ്കിൽ അയാളെ നിന്റെ പിതാവിനെ പോലെ കരുതണം. ചെറുതാണെങ്കിൽ മകനെപ്പോലെയും സമപ്രായക്കാരനാണെങ്കിൽ സഹോദരനെ പോലെയും. അയൽവാസികളുടെ ചുമതല. അയൽവാസികൾ തമ്മിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ മറ്റു ചില ബാധ്യതകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അയൽവാസികൾ 3 തരം: ഒരവകാശം മാത്രമുള്ളവർ, 2 അവകാശമുള്ളവർ, 3 അവകാശമുള്ളവർ. 3 അവകാശമുള്ളവർ കുടുംബബന്ധുവായ മുസ്ലിം അയൽവാസി. അവനുള്ള അവകാശങ്ങൾ: അയൽപക്കാവകാശം, ഇസ്ലാമിക അവകാശം, കുടുംബബന്ധാവകാശം. 2 അവകാശമുള്ള അയൽവാസി: മുസ്ലിം അയൽവാസി, ഒരവകാശമുള്ളവൻ അമുസ്ലിം അയൽവാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറുന്നവനെ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അയൽവാസിയുടെ കാര്യത്തിൽ എന്നെ ജിബ്രീൽ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരുന്നു. എത്രത്തോളം എന്നാൽ അയൽവാസിയെ കൂടി അനന്തരാവകാശിയാക്കിയേക്കുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയെ ആദരിക്കണം. അയൽവാസിയെ ശല്യപ്പെടുത്താത്തവനെ വിശ്വാസിയാവുകയുള്ളൂ. രാത്രി അധിക സമയം നിസ്കരിക്കുകയും മിക്ക ദിവസങ്ങളിലും സുന്നത്ത് നോമ്പ് നോൽക്കുകയും പക്ഷേ അയൽവാസികളെ ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുത്തിയെക്കുറിച്ച് സ്വഹാബികൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അവൾ നരകക്കാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ചുറ്റുവട്ടത്തുമുള്ള
അടുത്ത 40 വീടുകൾ അയൽപ്പക്കം. അയൽപ്പക്കാവകാശമെന്നാൽ അവരെ ശല്യപ്പെടുത്താതിരിക്കുക എന്ന് മാത്രമല്ല, അവരിൽ നിന്നുള്ള ശല്യം സഹിക്കുക, അവരോട് ദയ കാണിക്കുക, അവർക്ക് ഉപകാരം ചെയ്യുക എന്നിവ കൂടിയാണ്. അയൽവാസികളിൽ ആദ്യം സലാം പറയുന്നത് താനായിരിക്കണം. അയൽവാസി രോഗിയായാൽ സന്ദർശിക്കണം. അയാളുടെ ആപത്തിൽ ദുഃഖിക്കണം, സുഖത്തിൽ സന്തോഷിക്കണം, തെറ്റുകൾ മാപ്പാക്കണം. ടെറസിൽ കയറി നിന്നോ മറ്റേതെങ്കിലും വിധത്തിലോ അയൽവാസിയുടെ നഗ്നത നോക്കരുത്. തൻ്റെ വീടിൻ്റെ ചുവരിൽ അയാളുടെ വീടിൻ്റെ കഴുക്കോൽ ഉറപ്പിക്കുക പോലുള്ള ഉപകാരങ്ങൾ ചെയ്യണം. അയാളുടെ വീട്ടിലേക്കുള്ള വഴി കുടുസാക്കരുത്. അയാൾ അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. അയാളുടെ അസാന്നിധ്യത്തിൽ നീ അയാളുടെ വീടും മുതലും കാക്കണം. അയാൾക്കെതിരെയുള്ള സംസാരങ്ങൾക്ക് ചെവി കൊടുക്കരുത്. സ്ത്രീകളെ നോക്കരുത്. വൃത്തിയെപ്പോലും അയാളുടെ മക്കളോട് വാത്സല്യപൂർവ്വം പെരുമാറണം. അയാൾക്കറിയാത്ത മതപരവും ലൗകികവുമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുടുംബ ബന്ധുക്കളോടുള്ള ചുമതല. കുടുംബ ബന്ധുക്കളോടുള്ള ബാധ്യതയാണ് ഏറെ പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അള്ളാഹു അരുളി ചെയ്യുന്നു, എൻ്റെ ഒരു പേര് റഹ്മാൻ, പരമകാരുണികൻ, റഹ്മി. കുടുംബബന്ധത്തിന് എൻ്റെ ഈ പേരിൻ്റെ ഒരംശം ഞാൻ മുറിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനാൽ ഏതൊരാൾ കുടുംബബന്ധം ചേർക്കുന്നുവോ അയാളുമായി ഞാൻ ബന്ധം ചേർക്കും. ഏതൊരാൾ കുടുംബബന്ധം മുറിക്കുന്നുവോ അയാളുമായി ഞാൻ ബന്ധം മുറിക്കും. സ്വഹാബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവോട് ഏറ്റവും ഭയഭക്തിയുള്ളവൻ, കുടുംബബന്ധം നിലനിർത്തുന്നവൻ, നന്മ കൽപ്പിക്കുന്നതിലും തിന്മ തടയുന്നതിലും ഏറെ ശ്രദ്ധിക്കുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനധർമ്മം ഏതെങ്കിലും പാവത്തിന് നൽകുമ്പോൾ ഒരു പ്രതിഫലമേ ഉള്ളൂ. കുടുംബത്തിൽപ്പെട്ട പാവത്തിനാണെങ്കിൽ 2 പ്രതിഫലമുണ്ട്, ദാനത്തിൻ്റെയും ചാർച്ച ചേർത്തതിൻ്റെയും. അബൂ ത്വൽഹ തൻ്റെ പ്രിയപ്പെട്ട തോട്ടം ദാനം ചെയ്യാനുള്ള തീരുമാനം നബിയെ അറിയിച്ചു. തിരുദൂതരെ, എൻ്റെ ഈ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിലും ദരിദ്രർക്കും പാവങ്ങൾക്കും ഞാൻ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ നല്ല കാര്യം. താങ്കൾക്ക് അള്ളാഹുവിങ്കിൽ പ്രതിഫലം ഉറപ്പായി. തോട്ടം നിന്റെ കുടുംബക്കാർക്ക് വീതിച്ചു കൊടുക്കുക. മാതാപിതാക്കൾ. കുടുംബ ബന്ധങ്ങളിൽ 1-ാം സ്ഥാനം മാതാപിതാക്കൾക്ക്. അവരോടുള്ള ബാധ്യത മറ്റുള്ളവരോടുള്ളതിനേക്കാൾ കൂടുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മാതാവിന് ഗുണം ചെയ്യണം, പിതാവിനും സഹോദരനും സഹോദരിക്കും പിന്നെ മറ്റു ബന്ധുക്കൾക്കും. ഓരോരുത്തരോടുമുള്ള അടുപ്പമനുസരിച്ച് മുൻഗണന നൽകണം. സ്വഹാബി ചോദിച്ചു, മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റും. അവർക്ക് വേണ്ടി നമസ്കരിക്കാം, മാപ്പിന് അപേക്ഷിക്കാം, അവരുടെ കരാറുകൾ പാലിക്കാം, അവരുടെ സ്നേഹിതന്മാരെ സ്നേഹിക്കാം, അവർ മുഖേന മാത്രം ചേർക്കപ്പെടുന്ന കുടുംബബന്ധം ചേർക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, തനിക്ക് ഗുണം ചെയ്യാൻ സന്താനത്തെ സഹായിക്കുന്ന പിതാവിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതായത്, പിതാവ് സന്താനത്തോട് ക്രൂരമായി പെരുമാറരുത്, എങ്കിൽ സന്താനം പിതാവിനെ അനുസരിക്കും. മക്കളോട് നീതി പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സന്താനങ്ങൾക്ക് വല്ലതും നൽകുമ്പോൾ സമത്വം പാലിക്കണം. സന്താനത്തിന് മര്യാദ പഠിപ്പിക്കണം, നല്ല പേരിടണം. ഇത് പിതാവിൻ്റെ ചുമതലയാണ്. മക്കളോട് വാത്സല്യം കാണിക്കണം. നബി തൻ്റെ കൊച്ചുമകൻ ഹസനെ ചുംബിക്കുന്നത് കണ്ട ഒരാൾ ചോദിച്ചു, എനിക്ക് 10 മക്കളുണ്ട്, ഒന്നിനെയും ഞാൻ ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹജീവികളോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല. വ്യക്തമായി നിഷിദ്ധം ചെയ്യാൻ കൽപ്പിച്ചാൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല. എന്നാൽ നിഷിദ്ധമാണോ അല്ലയോ എന്ന് സംശയമുള്ള കാര്യം ചെയ്യാൻ കൽപ്പിച്ചാൽ അവരെ അനുസരിക്കൽ നിർബന്ധമാണെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അനുവദനീയമായോ സുന്നത്തോ ആയ യാത്ര പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂത്ത സഹോദരന് ഇളയവരോട് പിതാവിന് മക്കളോടുള്ളതിന് തുല്യമായ ബാധ്യതയുണ്ട്. ഏകാന്ത ജീവിതമോ സാമൂഹിക ജീവിതമോ? പൂർവകാല മുസ്ലിങ്ങളിൽ ചിലർ സമൂഹത്തിൽ നിന്ന് അകന്നുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. ഇബാദത്തിലും ചിന്തയിലും മുഴുകാൻ വേണ്ടി. ഇബാദത്ത് ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യുക, പരദൂഷണം നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ നിരോധിക്കാതിരിക്കുക, ചീത്ത കൂട്ടുകാരിൽ നിന്ന് ദുസ്വഭാവങ്ങളും ദുർവൃത്തികളും
പകർത്തുക പോലുള്ള പിഴവുകൾ സംഭവിക്കാതിരിക്കാനും വേണ്ടി. എന്നാൽ പൂർവികരിൽ ഭൂരിപക്ഷവും സാമൂഹിക ജീവിതമാണ് നയിച്ചിരുന്നത്. കാരണം അതുകൊണ്ട് കൂടുതൽ നന്മകൾ ചെയ്യാനും സ്നേഹിതന്മാരെ സമ്പാദിക്കാനും സത്യവിശ്വാസികളുമൊത്ത് ജീവിക്കാനും അവരുടെ അടുപ്പം സമ്പാദിക്കാനും ഇസ്ലാമിൻ്റെയും നന്മയുടെയും ഭയഭക്തിയുടെയും കാര്യങ്ങളിൽ മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്നു. സമൂഹത്തിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ ഗുണങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നേടാൻ കഴിയും. ആത്മസംയമനത്തിലൂടെ സാമൂഹിക ജീവിതം കൊണ്ടുള്ള നേട്ടങ്ങൾ. സാമൂഹിക ജീവിതം കൊണ്ട് താഴെ പറയുന്ന നേട്ടങ്ങളുണ്ട്. ഏകാന്ത ജീവിതം കൊണ്ട് അവ ലഭിക്കില്ല. അറിവ് നൽകുക, അറിവ് നേടുക, പരോപകാരം ചെയ്യുക, മറ്റുള്ളവരിൽ നിന്ന് ഉപകാരം നേടുക, നേരം പോക്കും മാനസികോല്ലാസവും. സാമൂഹിക ബാധ്യതകൾ നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് അർഹനാവുക, അത് മറ്റുള്ളവർക്ക് ലഭിക്കാൻ കാരണക്കാരനാവുക, വിനയം ശീലിക്കുക, അനുഭവജ്ഞാനം നേടുക, അറിവ് നേടുക, അത് മറ്റുള്ളവർക്ക് നൽകുക. ഇതാണല്ലോ ഏറ്റവും വലിയ ഇബാദത്ത്. കൂട്ടുജീവിതം കൊണ്ടേ ഇത് സാധിക്കൂ. നിർബന്ധ വിദ്യ നേടേണ്ടവർ ഏകാന്ത ജീവിതം നയിച്ച് അത് നഷ്ടപ്പെടുത്തിയാൽ കുറ്റക്കാരാകും. മതപരവും ബുദ്ധിപരവുമായ വിജ്ഞാനങ്ങളിൽ ശോഭിക്കാൻ കഴിവുള്ളവർ അവ നേടുന്നതിനു മുമ്പ് ഏകാന്ത ജീവിതം തിരഞ്ഞെടുക്കുന്നത് വലിയ നഷ്ടമാണ്. അതിനാലാണ് ഇമാം നഖഇയും മറ്റും ഉപദേശിച്ചത്, ആദ്യം പാണ്ഡിത്യം നേടൂ, പിന്നെ സമൂഹത്തിൽ നിന്ന് അകന്നു ജീവിക്കൂ. വിദ്യാഭ്യാസത്തിനു മുമ്പ് സമൂഹത്തിൽ നിന്ന് അകലുന്നവൻ തൻ്റെ ആയുഷ്കാലം മിക്കവാറും പാഴാക്കും. ഉറങ്ങിയും അനാവശ്യ ചിന്തകളിൽ മുഴുകിയും പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകാനായിരിക്കും അയാളുടെ ആഗ്രഹം. പക്ഷേ അയാളുടെ ഓരോ കർമ്മത്തിലും അഹങ്കാരത്തിൻ്റെ അംശമുണ്ടാകും. താൻ വലിയൊരു ആബിദ്, ഇബാദത്തുകാരൻ എന്ന് വിചാരിക്കും. പക്ഷേ അയാൾ പിശാചിൻ്റെ കയ്യിലെ കളിപ്പാട്ടമായിരിക്കും. അറിവ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യം. സാധാരണക്കാരും പാമരന്മാരും അത് നിർബന്ധമായി നേടണം. അല്ലാതെ അവർ സമൂഹത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നത് ശരിയല്ല. അറിവ് മറ്റുള്ളവർക്ക് നൽകുന്നതിനും അള്ളാഹുവിങ്കൽ വലിയ പ്രതിഫലമുണ്ട്. പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും സദുദ്ദേശത്തോടെയായിരിക്കണം. 2. മറ്റുള്ളവരിൽ നിന്ന് പ്രയോജനം നേടാൻ ധനസമ്പാദനം, ഇടപാട് എന്നിവയിലൂടെ. സാമൂഹിക ജീവിതം കൊണ്ടേ ഇതു സാധിക്കൂ. സമ്പാദിച്ച് ദാനധർമ്മം ചെയ്യുന്നതാണ് ഏകാന്തനായിരുന്ന് സുന്നത്ത് കർമ്മങ്ങളിൽ മുഴുകുന്നതിനേക്കാൾ നല്ലത്. 3. പരോപകാരം ചെയ്യുക. തൻ്റെ ധനം കൊണ്ടോ ശരീരം കൊണ്ടോ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ച്. ഇത് അള്ളാഹുവിങ്കിൽ വളരെ പ്രതിഫലമുള്ള ഒരു കർമ്മമാണ്. സാമൂഹിക ജീവിതം കൊണ്ടേ ഇതും സാധിക്കൂ. അതിനാൽ മതനിയമം പാലിച്ച് പരോപകാരം ചെയ്യാൻ സാധിക്കുന്നവന് സാമൂഹിക ജീവിതമാണ് നല്ലത്, ഏകാന്ത ജീവിതത്തേക്കാൾ. 4. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. അത് മാനസിക പക്വതയും ആത്മീയ വികാസവും ക്ഷമാശീലവും ഉണ്ടാക്കും, ദേഹേച്ഛയെ നിയന്ത്രിക്കും. 5. നേരം പോക്കും മാനസികോല്ലാസവും ലഭിക്കും. മതജീവിതത്തിന് ഇതും ആവശ്യമാണ്. ഇത് നേടേണ്ടത് സജ്ജനങ്ങളുടെ നല്ല വാക്കുകൾ കേട്ടും അവരുടെ പ്രവർത്തികൾ കണ്ടും. ചിലർ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുക താൽക്കാലിക മാനസികോല്ലാസം മാത്രമായിരിക്കും. അതല്ല വേണ്ടത്. പിന്നീട് ഇബാദത്തിന് കൂടുതൽ ഉന്മേഷം ലഭിക്കുക എന്നതായിരിക്കണം ലക്ഷ്യം. ഇബാദത്തുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പനുഭവപ്പെടും. അതൊഴിവാക്കാൻ ഉന്മേഷദായക കാര്യങ്ങൾ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് സുഹൃത്തുക്കളുമായുള്ള സഹവാസവും നേരം പോക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വസ്വാസ്, പിശാചിൻ്റെ ദുർബോധനം ഒഴിവാക്കാനാണ് ഞാൻ ആളുകളുമായുള്ള സഹവാസം ഇഷ്ടപ്പെടുന്നത്. അതിനാൽ സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനും ഒരു സുഹൃത്തെങ്കിലും വേണം. രാത്രിയും പകലും കുറേ സമയം തമ്മിൽ കാണാനും കൂടെയിരുന്ന് സംസാരിക്കാനും. 6. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക, രോഗികളെ സന്ദർശിക്കുക, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക, ക്ഷണം സ്വീകരിക്കുക പോലുള്ള സത്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നേടാൻ കഴിയുന്നു. 7. തന്നെ സന്ദർശിക്കാനോ തന്നെ ബാധിച്ച ആപത്തുകളിൽ തനിക്കു വേണ്ടി ദുഃഖിക്കാനോ തനിക്കുണ്ടായ സന്തോഷത്തിൽ തന്നെ ആശംസിക്കാനോ ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നേടാനുള്ള അവസരം ഒരുക്കുന്നു. സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഇത്തരം ഗുണങ്ങളുണ്ടാവാം, ദോഷങ്ങളും ഉണ്ടാവാം. അവയിൽ കൂടുതൽ കനം തൂങ്ങുന്നത് ഏതാണെന്ന് നോക്കണം. അതനുസരിച്ച് സാമൂഹിക ജീവിതം സ്വീകരിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. 8. സാമൂഹിക ജീവിതത്തിൽ വിനയപ്രകടനത്തിന് അവസരം ലഭിക്കുന്നു. ഏകാന്ത ജീവിതത്തിൽ
അതിന് പ്രസക്തിയില്ല. ചിലർ ഏകാന്ത ജീവിതം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്ന കാരണങ്ങളാലായിരിക്കും. അഹങ്കാരം മൂലം, സദസ്സുകളിൽ താൻ ആദരിക്കപ്പെടുന്നില്ലെന്ന ആശങ്ക കാരണം, തനിക്ക് സമൂഹത്തിൽ നേതൃസ്ഥാനം ലഭിക്കില്ലെന്ന പേടി മൂലം, താൻ വലിയ ആള്, മറ്റുള്ളവരുമായി കൂടിക്കലർന്ന് ജീവിക്കുന്നതിൽ കുറച്ചലുണ്ട്, താൻ വലിയ ഇബാദത്തുകാരൻ, സാഹിദ്, ഭൗതിക വിരക്തനുമാണെന്ന് ആളുകൾ ധരിക്കണം. ആ ധാരണ നിലനിർത്തണം. ഇത്തരക്കാർ തങ്ങളെ ആളുകൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ മറ്റുള്ളവരെ സന്ദർശിക്കില്ല. നേതാക്കളും സാധാരണക്കാരും തങ്ങളെ വന്ന് കാണുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കും. തൻ്റെ ആത്മീയ അഭിവൃദ്ധിയാണ് യഥാർത്ഥ ലക്ഷ്യമെങ്കിൽ, അതാണ് സാമൂഹിക ജീവിതത്തെക്കുറിച്ച് അയാളിൽ വിരക്തിയുണ്ടാക്കുന്നതെങ്കിൽ, ആളുകൾ തന്നെ സന്ദർശിക്കുന്നത് അയാൾ വെറുക്കേണ്ടതായിരുന്നു. ഇവിടെ നടക്കുന്നത് നേരെ മറിച്ച്. തൻ്റെ ഏകാന്ത ജീവിതം കൊണ്ട് തന്നിലേക്ക് ആളുകൾ ആകർഷിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അവർ തന്നെ ആദരപൂർവം നോക്കണം, തന്നെ ബഹുമാനിക്കണം. ഇതാണ് അയാളുടെ മോഹം. ഇത്തരത്തിലുള്ള ഏകാന്തവാസം കൊണ്ട് ഗുണമില്ല. വിനയാന്യുതനാകുന്നതുകൊണ്ടോ സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ടോ ആരുടെയും വില കുറഞ്ഞു പോവുകയില്ല. ആളുകളുടെ തൃപ്തി നേടാനും തന്നെപ്പറ്റിയുള്ള അവരുടെ ധാരണ നന്നാക്കാനും ശ്രമിക്കുന്നവൻ വൃഥാ വേലയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ നന്നായി മനസ്സിലാക്കിയവനറിയാം തനിക്ക് ഗുണം ചെയ്യാനുള്ള കഴിവ് സൃഷ്ടികൾക്കില്ലെന്ന്. അള്ളാഹുവിനെ ഗുണമോ ദോഷവോ ചെയ്യാനാവൂ. ആളുകളുടെ തൃപ്തി ലഭിച്ചോ ഇല്ലയോ ഇതൊന്നും അയാൾ പ്രശ്നമാക്കില്ല. 9. അനുഭവജ്ഞാനം. മറ്റുള്ളവരുമായി കൂടിക്കലർന്ന് ജീവിച്ച് അവരുടെ സ്ഥിതിഗതികൾ അറിഞ്ഞുകൊണ്ടിരുന്നാലേ ഈ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ദീനിലെയും ദുനിയാവിലെയും ഉപകാരപ്രദമായ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് ജന്മസിദ്ധബുദ്ധി മാത്രം പോരാ, അനുഭവജ്ഞാനവും പരിചയവും കൂടി ആവശ്യമാണ്. അനുഭവജ്ഞാനമില്ലാത്തവൻ ഏകാന്ത ജീവിതം നയിക്കുന്നതുകൊണ്ട് ഗുണമില്ല. ചെറുപ്പന്നേ ഏകാന്തവാസം തിരഞ്ഞെടുത്തവൻ ജീവിതകാലം മുഴുവൻ മൂഢനായി കഴിയും. അതിനാൽ ഏതൊരാളും വിദ്യാഭ്യാസം നേടണം. വിദ്യാഭ്യാസ കാലത്ത് തന്നെ ധാരാളം അനുഭവജ്ഞാനം ലഭിക്കും. പോരാത്തതിന് പിന്നീട് മറ്റുള്ളവരുടെ അവസ്ഥകൾ കണ്ടും കേട്ടും പഠിക്കാം. അറിവില്ലായ്മ മൂലം വർദ്ധിച്ച കർമ്മങ്ങൾ പോലും പാഴാകും. നേരെ മറിച്ച് അറിവ് മൂലം ഇത്തിരി കർമ്മം പോലും സംശുദ്ധമാകും. അതുകൊണ്ടാണ് വിജ്ഞാനം കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നത്. യാത്രാമര്യാദ. വിജ്ഞാനം നേടാനോ ദീനിൻ്റെ ആവശ്യത്തിനോ ദീനീ ജീവിതം നയിക്കുന്നതിന് സഹായകമായ വല്ലതും നേടാനോ ഉള്ള യാത്ര നല്ല യാത്ര. അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അയാൾക്ക് പരലോകത്ത് നല്ല പ്രതിഫലം ലഭിക്കും. പക്ഷേ ഈ യാത്രയ്ക്കും കുറേ ഉപാധികളുണ്ട്. അവ പാലിച്ചാലേ സത് യാത്രയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇയാൾ ദുനിയാവിൻ്റെ ആൾ, പിശാചിൻ്റെ അനുയായി. വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള യാത്ര. 1. വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള യാത്ര. നിർബന്ധ വിദ്യയാണെങ്കിൽ യാത്രയും നിർബന്ധം, സുന്നത്താണെങ്കിൽ യാത്രയും സുന്നത്ത്. വിദ്യ മതത്തെയോ സ്വശരീരത്തെയോ മനസ്സിനെയോ സ്വഭാവ ശാസ്ത്രത്തെയോ പ്രപഞ്ചത്തെയോ അതിലെ ദൈവിക ദൃഷ്ടാന്തങ്ങളെയോ കുറിച്ചാവാം. വിഷയത്തിൻ്റെ പ്രാധാന്യമനുസരിച്ചാണ് അത് നിർബന്ധമോ സുന്നത്തോ ആകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: അറിവ് നേടാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടവൻ തിരിച്ചു വരുന്നതുവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കും. ജാബിറുബിനു അബ്ദില്ല അബ്ദുല്ലാഹിബിനു അനീസിൽ നിന്ന് ഒരു ഹദീസ് പഠിക്കാനായി 1 മാസം യാത്ര ചെയ്യുകയുണ്ടായി. മനസ്സിനെയും അതിൻ്റെ സ്വഭാവങ്ങളെയും കുറിച്ച ജ്ഞാനവും പ്രധാനം തന്നെ. മനസ്സിൻ്റെ ചീത്ത വികാരങ്ങളെ അറിയാത്തവന് അതിനെ ശുദ്ധീകരിക്കാനാവില്ല. മനുഷ്യൻ ഇണങ്ങിപ്പോന്ന ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ മനസ്സിൻ്റെ ചീത്ത വികാരങ്ങൾ പുറത്തു വരില്ല. അല്ലാത്ത ചുറ്റുപാടിൽ അവ വെളിവാകും. അപ്പോൾ അവ കണ്ടെത്തി പരിഹരിക്കാനാവും. ഭൂമിയിൽ പർവ്വതങ്ങൾ, മരുഭൂമികൾ, സമുദ്രങ്ങൾ, ജന്തുക്കൾ, ചെടികൾ, അങ്ങനെ പലതുമുണ്ട്. അവ കണ്ടു ചിന്തിക്കുന്നവർക്ക് പലതും പഠിക്കാനാവും. ഹജ്ജ് യാത്ര. 2. ഹജ്ജ് ജിഹാദ് പോലുള്ള ഇബാദത്തിന് യാത്ര ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക പ്രതിഫലം കാംക്ഷിച്ച് 3 പള്ളികളിലേക്കല്ലാതെ യാത്ര പോകേണ്ടതില്ല. എൻ്റെ ഈ പള്ളി അഥവാ മദീനയിലെ മസ്ജിദുൻ നബവി, മക്കയിലെ കഅബ പള്ളി, ജെറൂസലമിലെ അൽ അഖ്സ പള്ളി.
ആദർശ സംരക്ഷണത്തിന്. 3. മതജീവിതത്തിന് തടസ്സമായ സ്ഥലത്തു നിന്ന് യാത്ര പോവുക, അതും നല്ലത്. ആദർശമനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തിടത്ത് നിന്ന് രക്ഷപ്പെടുക പ്രവാചകന്മാരുടെ ചര്യയാണ്. മറ്റു പൂർവികരും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്ലാമിക ജീവിതം നയിക്കാൻ സ്വദേശം വെടിഞ്ഞിട്ടുണ്ട്, ജീവന്റെയോ ധനത്തിൻ്റെയോ സുരക്ഷിതത്വത്തിന്. 4. തൻ്റെ ജീവനോ ധനത്തിനോ ദോഷമുണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോവുക, ഇതും തെറ്റല്ല. എന്നല്ല, ഇത് ചിലപ്പോൾ നിർബന്ധവുമാകും, മറ്റു ചിലപ്പോൾ സുന്നത്ത്. മാറി താമസിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമനുസരിച്ചാണ് നിർബന്ധമോ സുന്നത്തോ ആവുക. ചുരുക്കത്തിൽ യാത്രയുടെ ഉദ്ദേശം പലതായിരിക്കും. നിഷിദ്ധമായത്, ഉദാഹരണം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള യാത്ര. അഭികാമ്യമല്ലാത്തത്, അതായത് കറാഹത്ത്, ഉദാഹരണം പ്ലേഗ് ബാധിച്ച നാട്ടിൽ നിന്ന് രക്ഷപ്പെടൽ. പ്ലേഗ് ബാധയുള്ള നാട്ടിൽ നിന്ന് പേടിച്ചോടരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായത്, ഉദാഹരണം ഹജ്ജിനോ നിർബന്ധ വിദ്യാഭ്യാസത്തിനോ വേണ്ടിയുള്ള യാത്ര. സുന്നത്തായത്, ഉദാഹരണം പണ്ഡിതന്മാരെ സന്ദർശിക്കാൻ വേണ്ടിയുള്ള യാത്ര, അവരുടെ സ്വഭാവ ചര്യകൾ പഠിച്ച് അവരെ അനുകരിച്ച് ജീവിക്കാൻ. ഒരു യാത്ര അനുവദനീയമോ അല്ലാത്തതോ ആകുന്നത് യാത്രയുടെ ഉദ്ദേശമനുസരിച്ചായിരിക്കും. ഉദാഹരണം യാത്രയുടെ ഉദ്ദേശം ധനസമ്പാദനം, താനും കുടുംബവും യാചിക്കാതെ മാന്യമായി ജീവിക്കാനും ദാനം ചെയ്യാനും ആവശ്യമായ ധനം സമ്പാദിക്കുക, ഇത് അനുവദനീയമായ യാത്ര. അതിന് അള്ളാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കും. ഒരാൾ ഹജ്ജ് ചെയ്യുന്നതിന് പേരിനും പ്രശസ്തിക്കുമാണെങ്കിൽ അതിന് അള്ളാഹുവിങ്കൽ പ്രതിഫലമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്, ഉദ്ദേശമനുസരിച്ചാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക. മര്യാദകൾ. യാത്രക്കാരൻ പാലിക്കേണ്ട മര്യാദകൾ. 1. താൻ അന്യായമായി കൈവശം വെച്ച മറ്റുള്ളവരുടെ അവകാശം അവകാശിക്ക് തിരിച്ചു നൽകണം. കടം വീട്ടണം. തൻ്റെ ആശ്രിതർക്ക് ചെലവിനുള്ള വക കരുതി വെക്കണം. തൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കണം. യാത്രയിലെ ചെലവിനും പാഥേയത്തിനുമായി അനുവദനീയ ധനം മാത്രം എടുക്കണം. യാത്രയിൽ കൂട്ടുകാരെ സഹായിക്കേണ്ടതിനായി ചെലവിനുള്ള വക എടുക്കുമ്പോൾ അവരെയും കൂടി കരുതണം. യാത്രയിൽ നല്ല സംസാരമേ പാടുള്ളൂ. യാത്ര മടുപ്പും വിഷമവും ഉണ്ടാക്കുന്നൊരു ഏർപ്പാട്. അത് മനുഷ്യൻ്റെ സ്വഭാവം മാറ്റുരക്കുന്നൊരു പരീക്ഷണം. യാത്രയിൽ സൽ സ്വഭാവത്തോടെ പെരുമാറുന്നവൻ നല്ലവരായിരിക്കും. അതിനാൽ യാത്രയിൽ കൂട്ടുകാരോടും മറ്റും സൽ സ്വഭാവത്തോടെ പെരുമാറണം. കൂട്ടുകാരെ പരമാവധി സഹായിക്കണം. യാത്ര തുടരാൻ കഴിവില്ലാത്തവരെ ചെലവും പാഥേയവും നൽകി സഹായിക്കണം. കൂട്ടുകാരുമായി നർമ്മഭാഷണവും തമാശയും വേണം, മുഷിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി. എന്നാൽ അശ്ലീലവും പാപകരവുമായ സംസാരം പാടില്ല. 2. ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. ചുരുങ്ങിയത് ഒരാളെങ്കിലും കൂടെ വേണം. ആദ്യം സഹയാത്രികൻ, പിന്നെ യാത്ര എന്നാണ് ചൊല്ല്. മതകാര്യങ്ങളിൽ സഹായിക്കുന്നവനും മറന്നാൽ ഓർമ്മിപ്പിക്കുന്നവനും ഓർമ്മയുള്ള കാര്യം ചെയ്യുന്നതിൽ സഹായിക്കുന്നവനുമായിരിക്കണം സഹയാത്രികൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, 3 അതിൽ കൂടുതലോ ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഒരാളെ നേതാവായി നിശ്ചയിക്കണം. കൂട്ടത്തിൽ കൂടുതൽ സൽ സ്വഭാവിയും കൂട്ടുകാരോട് ദയയോടെ പെരുമാറുന്നവനും ത്യാഗസന്നദ്ധനുമായ ആളെയാണ് നേതാവാക്കേണ്ടത്. യാത്രക്കാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, അത് പറഞ്ഞു തീർത്ത് ഐക്യത്തോടെ കഴിയണം. യാത്ര തുടങ്ങുമ്പോൾ 3 സ്നേഹിതന്മാരോടും കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും യാത്ര പറയണം. യാത്ര പറയുന്നവരും യാത്ര അയക്കുന്നവരും ഹദീസിൽ നിർദ്ദേശിച്ച പ്രാർത്ഥന ചൊല്ലണം. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കണം. നന്മ തേടിയുള്ള നമസ്കാരം. വാഹനത്തിൽ കയറിയാൽ ഈ ഖുർആൻ വാക്യം ചൊല്ലണം: ഇവയെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധൻ. ഇവയെ കീഴ്പ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിവുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. 4 മൃഗത്തിൻ്റെ പുറത്താണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനോട് ദയ കാണിക്കണം. അതിന് വഹിക്കാനാവാത്തത് അതിൻ്റെ പുറത്ത് കയറ്റരുത്. മുഖത്ത് അടിക്കരുത്. ഇടയ്ക്കിടെ അതിൻ്റെ പുറത്തു നിന്ന് ഇറങ്ങി കുറേ ദൂരം നടന്ന് അതിന് ആശ്വാസം നൽകണം. വാഹനം തെളിക്കുന്നവനും ക്ഷീണിക്കുമ്പോൾ ആശ്വാസം നൽകണം. വാഹന ഉടമയുമായി വ്യവസ്ഥ ചെയ്ത സാധനമേ അതിൽ കയറ്റാവൂ, അല്പം പോലും കൂടുതലാവരുത്. 5 സംഘത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. എപ്പോഴും അവരോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം. ഒറ്റപ്പെട്ടു പോകരുത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ വളരെ ജാഗ്രത വേണം. സംഘാംഗങ്ങൾ ഊഴമനുസരിച്ച് കാവൽ നിൽക്കണം. യാത്ര പോകുമ്പോൾ കണ്ണാടി, കത്രിക, ടൂത്ത് ബ്രഷ്, ചീപ്പ് പോലുള്ളവ കൂടെ കരുതണം.
ശുചിത്വത്തിൽ അതിര് കവിഞ്ഞ സൂക്ഷ്മത വേണ്ട. പൂർവികർ തയമ്മം ചെയ്ത് നമസ്കരിച്ചിട്ടുണ്ട്. പോകുന്നിടത്തേക്കെല്ലാം വെള്ളം ചുമന്ന് കൊണ്ടുപോയിട്ടില്ല. തോട്, കുളം എന്നിവയിൽ നിന്ന് വുളു ചെയ്തിട്ടുണ്ട്. അശുദ്ധമെന്ന് ഉറപ്പായ ജലം മാത്രമേ ഉപയോഗിക്കാതിരുന്നിട്ടുള്ളൂ. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ. 6. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. പൊക്കമുള്ള സ്ഥലത്തെത്തിയാൽ തക്ബീർ ചൊല്ലണം. ഹദീസിൽ നിർദ്ദേശിച്ച പ്രാർത്ഥന ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ താൻ തിരിച്ചെത്തിയിരിക്കുന്നുവെന്ന് മദീനയിൽ അറിയിക്കാൻ ആളെ അയക്കും. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ആൾ രാത്രി പൊടുന്നനെ വീട്ടിൽ ചെല്ലരുതെന്ന് അവിടുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നാൽ പള്ളിയിലെത്തി 2 റക്അത്ത് നമസ്കരിക്കും. എന്നിട്ടാണ് വീട്ടിൽ ചെല്ലുക. വീട്ടുകാർക്കും ബന്ധുക്കൾക്കും എന്തെങ്കിലും പാരിതോഷികം കൊണ്ടുവരണം, കഴിവനുസരിച്ച്. കാരണം അവർ യാത്രക്കാരൻ തിരിച്ചു വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അവനെ കാണുന്നതോടെ അവർ സന്തോഷിക്കും. പാരിതോഷികമുണ്ടെങ്കിൽ സന്തോഷം ഇരട്ടിക്കും, സ്നേഹം കൂടും. യാത്ര കൊണ്ട് അറിവ് വർദ്ധിപ്പിക്കാനാവണം. ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ അവിടുത്തെ വലിയ പണ്ഡിതന്മാരെ കാണാനും അവരിൽ നിന്ന് ഉപകാരപ്രദമായ വല്ലതും പഠിക്കാനും ശ്രമിക്കണം. സ്നേഹിതനെ സന്ദർശിക്കാൻ ചെന്നാൽ 3 ദിവസത്തിലധികം അവൻ്റെ അടുത്ത് താമസിക്കരുത്. കൂടുതൽ പാർക്കുക സ്നേഹിതന് ആവശ്യമായാലല്ലാതെ. യാത്രയിൽ അനാവശ്യമായി ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ യാത്രയുടെ ബർക്കത്ത് അഥവാ ഐശ്വര്യം നഷ്ടപ്പെടും. 2 പാഥേയം. യാത്രക്കാരൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദുനിയാവിനും ആഖിറത്തിനും വേണ്ടിയുള്ള പാഥേയം കരുതിയിരിക്കണം. ദുനിയാവിന് വേണ്ടിയുള്ളത് ഭക്ഷണവും പാനീയവും മറ്റ് ഭൗതിക വിഭവങ്ങളും. യാത്രക്കാരൻ ഇവ കൂടെ കൊണ്ടുപോകണം. എന്നാൽ താഴെ പറയുന്ന അവസ്ഥകളിൽ ഈ പാഥേയം നിർബന്ധമായി കൊണ്ടുപോകണമെന്നില്ല. അത് കരുതാതെ യാത്ര പോകാൻ അനുവാദമുണ്ട്. യാത്രാ സംഘത്തോടൊപ്പമാകുമ്പോൾ, ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളിലൂടെയാകുമ്പോൾ, വിജനസ്ഥലത്തിലൂടെ, മരുഭൂമിയിലൂടെ ഒറ്റയ്ക്കോ ഭക്ഷണവും പാനീയവും കൂടെ കരുതാത്ത ഒരു സംഘത്തിൻ്റെ കൂടെയോ യാത്ര ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് ഒരാഴ്ചയോ കൂടുതലോ വിശന്നിരിക്കാൻ കഴിയും, അല്ലെങ്കിൽ പുല്ല് തിന്ന് വിശപ്പടക്കാൻ കഴിയും. അത്തരക്കാരനും പാഥേയം കരുതാതെ യാത്ര ചെയ്യാം. ഇനി അങ്ങനെ യാത്ര പോകുന്ന ഒരാൾക്ക് വിശപ്പ് സഹിക്കാനാവുന്നില്ല, പുല്ല് തിന്ന് വിശപ്പടക്കാനാവില്ല എങ്കിൽ അയാൾ പാഥേയമില്ലാതെ യാത്ര ചെയ്യരുത്. കാരണം അയാൾ സ്വദേഹത്തെ നാശത്തിലകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നാൽ സ്വന്തമായി ഒരു ശ്രമവും നടത്താതിരിക്കുക എന്നല്ല. ഇബാദത്തിൽ ഇളവുകൾ. ശുചിത്വം, നോമ്പ്, നമസ്കാരം, മറ്റു ഇബാദത്തുകൾ ഇവയെക്കുറിച്ച് തനിക്കാവശ്യമായ അറിവാണ് പരലോകത്തേക്ക് വേണ്ടിയുള്ള പാഥേയം. യാത്രക്കാരന് വുളുവിൽ 2 ഇളവുകളുണ്ട്. 1. കാലു കഴുകുന്നതിന് പകരം ഷൂസിന്മേൽ തടവിയാൽ മതി. 2. തയമ്മും മതി. ഫർള് നമസ്കാരത്തിൽ 2 ഇളവുകൾ. ഖസ്റാക്കാം, ജംആക്കാം. സുന്നത്ത് നമസ്കാരത്തിൽ 2 ഇളവ്. അത് വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നിർവഹിക്കാം, നടന്നുകൊണ്ട് നിർവഹിക്കാം. നോമ്പിൽ 1 ഇളവ്. യാത്രയിൽ നോമ്പ് നിർബന്ധമില്ല. ശുചിത്വത്തോടെ ഷൂസ് ധരിച്ചു, പിന്നീട് വുളു നഷ്ടപ്പെട്ടു. വുളു പുതുക്കുമ്പോൾ ഷൂസ് അടിക്കണമെന്നില്ല. കാല് കഴുകുന്നതിന് പകരം ഷൂസുകളുടെ പുറത്ത് തടവിയാൽ മതി. ഈ ഇളവ് യാത്രക്കാരന് 3 പകലും 3 രാത്രിയും, അല്ലാത്തവന് 1 പകലും 1 രാത്രിയും. തയമ്മും എന്നാൽ വുളുവിൽ വെള്ളത്തിന് പകരം മണ്ണ് ഉപയോഗിക്കൽ. വെള്ളം കിട്ടാൻ വിഷമുണ്ടാകുമ്പോഴാണിത്. ഉദാഹരണമായി, വെള്ളം തൻ്റെ താമസ സ്ഥലത്തു നിന്ന് വളരെ അകലെയാണ്. അവിടെ പോയാൽ സഹായം തേടി യാത്രാ സംഘത്തെ വിളിക്കുകയാണെങ്കിൽ അവർ വിളി കേൾക്കുകയില്ല, അത്രയും ദൂരത്ത്. അല്ലെങ്കിൽ വെള്ളമുള്ളിടത്ത് ശത്രുവോ ഹിംസ്ര ജന്തുവോ ഉണ്ട്. അല്ലെങ്കിൽ കൂടെയുള്ള വെള്ളം തനിക്കോ കൂട്ടുകാർക്കോ കുടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ അവസ്ഥകളിലെല്ലാം തയമ്മും നദിയാവും. ന്യായവിലക്ക് വെള്ളം വിലയ്ക്ക് വാങ്ങാൻ കിട്ടുമെങ്കിൽ വാങ്ങി വുളു ചെയ്യണം. അമിത വിലക്കാണെങ്കിൽ വേണ്ട. ളുഹറും അസുറും അവയുടെ ഏതെങ്കിലും സമയത്ത് ഒന്നിച്ച് നമസ്കരിച്ചാൽ മതി. അതുപോലെ മഗ്രിബും ഇശാവും. ഈ ഇളവ് ദീർഘയാത്രയിൽ മാത്രം. ഹ്രസ്വയാത്രയിൽ പറ്റുമോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അസ്വർ ളുഹറിൻ്റെ സമയത്ത് നമസ്കരിക്കുന്നുവെന്ന് കരുതുക. അയാൾ ളുഹർ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ളുഹറും അസ്വറും ജമ്മായി നമസ്കരിക്കുന്നുവെന്ന് കരുതണം. ബാങ്കും ഇഖാമത്തും കൊടുത്ത് ളുഹർ നമസ്കരിക്കണം. അത് കഴിഞ്ഞാൽ ഇഖാമത്ത് കൊടുത്ത് അസ്വർ നമസ്കരിക്കണം. ളുഹർ അസ്വറിൻ്റെ സമയത്തേക്ക് പിന്തിക്കുകയാണെങ്കിലും ഇതേ രീതിയാണ് സ്വീകരിക്കേണ്ടത്. സുന്നത്ത് നമസ്കാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനപ്പുറത്ത് വെച്ച് നമസ്കരിക്കാം. വാഹനം എങ്ങോട്ട് തിരിഞ്ഞാലും സാരമില്ല. നിസ്കാരം മൂലം സഹയാത്രികർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനപ്പുറത്ത് വെച്ച് വിത്ർ നമസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമസ്കരിക്കുന്നവൻ റുക്കൂഉം സുജൂദും അവയുടെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കേണ്ടതില്ല, സൂചനാരൂപത്തിൽ മതി. സുജൂദ് റുക്കൂഇനേക്കാൾ കൂടുതൽ കുനിഞ്ഞുകൊണ്ടായിരിക്കണമെന്ന് മാത്രം.
ഖിബിലക്ക് അഭിമുഖമായി നിൽക്കണമെന്നില്ല. തുടക്കത്തിലോ മറ്റേതെങ്കിലും ഘട്ടത്തിലോ സഞ്ചരിക്കുന്ന പാതയുടെ നേരെ തിരിഞ്ഞാൽ മതി. യാത്രക്കാരന് നടന്നുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കാം. റുക്കൂവും സുജൂദും സൂചനയിലൂടെ മതി. അത്തഹിയാത്ത് ഇരിക്കണമെന്നില്ല. അയാൾക്കുള്ള നിയമം വാഹനസഞ്ചാരിക്കുള്ള നിയമം തന്നെ. ശത്രു, പ്രളയം, ഹിംസ്രജന്തു എന്നിവയിൽ നിന്ന് പേടിച്ചോടുന്നവന് ഫറൽ നമസ്കാരവും നടന്നോ വാഹനപ്പുറത്ത് സഞ്ചരിച്ചോ നിസ്കരിക്കാവുന്നതാണ് മേൽപ്പറഞ്ഞ വിധം. യാത്രയിൽ റമളാൻ വ്രതം നോൽക്കാതിരിക്കാം, എങ്കിലും നോൽക്കുന്നതാണ് നല്ലത്. നോൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം.